നമസ്കാരം, എല്ലാവർക്കും അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജി ജനാർദ്ദനക്കുറുപ്പ് സാറാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ട്, അമൃതയൊക്കെ ഉണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആയിട്ട് റിട്ടയർ ചെയ്ത സാറിന്റെ പദവികൾ പറയാനാണെങ്കിൽ ധാരാളം ഉണ്ട്. അതിൽ ഏതൊക്കെ പറയണമെന്നുള്ള സംശയമേ ഉള്ളൂ. സാറിന്റെ ശിഷ്യരും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തില് എനിക്കും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ടീച്ചിങ് ആസ്പിരൻസിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കും കിട്ടി. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു അത്. അതിൽ നിന്ന് നേടിയ അറിവുകൾ ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തതാണ്. നിങ്ങൾക്കും ആ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. Thank you. Good evening to all. Good evening, sir. എനിക്ക് ഇവിടെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പല നിലവാരത്തിലായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കഴിഞ്ഞ വർഷം ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്, പിന്നെ മോക്ക് ഇന്റർവ്യൂകളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. ചിലപ്പോൾ ഫ്രഷ് ഹാൻഡ് ആയിട്ട് തന്നെ ഇന്റർവ്യൂവിൽ ഫസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്നവരുണ്ടാവും. ഇവരെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ചിലർക്ക് റെപ്പറ്റീഷനൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ അത് ക്ഷമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അതിനപ്പുറത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തേക്ക് എന്നെ മാറ്റിയെടുക്കുകയാണ് നിങ്ങളുടെ ജോലി. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുമെന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, എനിക്ക് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഇന്റർവ്യൂവിന് രാവിലെ എത്തിയാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്കൊരു ഫോർമാറ്റ് തരും, നിങ്ങളുടെ ഒരു ബയോഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ആ ബയോഡേറ്റ ഫില്ല് ചെയ്ത് ഒരു ബയോഡേറ്റ ഫില്ല് ചെയ്യലാണല്ലോ എന്ന് കരുതി പെട്ടെന്ന് അത് പൂരിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ അല്ല അത് ചെയ്യേണ്ടുന്നത്. നിങ്ങൾക്കത് എത്ര നന്നായിട്ട് ചെയ്യാമോ അത്രയും നന്നായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ബയോഡേറ്റ എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കാണുന്നതിന് മുമ്പ് ആ ബോർഡ് ഇരുന്നു കൊണ്ട് നിങ്ങളെ വിലയിരുത്തുന്നത് ഈ ബയോഡേറ്റ നോക്കിയിട്ടാണ്. ഈ ബയോഡേറ്റ വായിച്ചതിന് ശേഷമാണ് നിങ്ങളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ അവർ വിഷ് ചെയ്തുകൊണ്ടായിരിക്കും, ഗുഡ് മോർണിംഗ്, നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽ കിട്ടുന്നത് ഈ പറയുന്ന ബയോഡേറ്റയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളത് വളരെ കൃത്യമായി നല്ല കൈയക്ഷരത്തിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഇതിപ്പോ ഒരുപാട് ഡെസിഗ്നേഷന്റെ ഒന്നും ബേസിലല്ല ഞാൻ നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് ക്ലാസ് എടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, ഞാൻ PSCയുടെ ഒരുപാട് ഇന്റർവ്യൂ ബോർഡിൽ, അന്നത് പറയാൻ പറ്റത്തില്ല, ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഒത്തിരി വ്യത്യസ്ത ജില്ലകളിലെ ഒത്തിരി ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിട്ടുള്ള ആളാണ് സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടും. അത് മാത്രമല്ല, സബ്ജക്ട് എക്സ്പേർട്ട് എന്ന നിലയിലും അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് നോമിനി എന്ന നിലയിലും രണ്ട് തരത്തിൽ ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡ് എന്താ ചെയ്യുന്നത് എന്ന് ഒരു 5 വർഷത്തിന് മുമ്പുള്ള, ഒരു 5-6 വർഷത്തിന് മുമ്പുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ കുറേയേറെ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഒത്തിരിയേറെ റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോ എന്റെ അവസാനത്തെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ റാങ്ക് നമ്പർ 1 വരാനുള്ള ഭാഗ്യം കിട്ടി. ജീവിതത്തിലെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നമ്പർ 2 വന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ടാണ് ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങളുടെ ഈ പറഞ്ഞ അനുജ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അതിന് എഗ്രി ചെയ്തത്. അല്ലാതെ ഇന്റർവ്യൂവിന്റെ ക്ലാസ് ഞാൻ പല കുട്ടികൾക്കും എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങൾ അതിനു മുമ്പ് ഇത് ചെയർമാന്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. ചെയർമാൻ ഇത് വായിച്ചു നോക്കിയിട്ട് നന്നായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യും. നോക്കെ ആ കുട്ടി എത്ര നീറ്റായിട്ട് ഇത് ചെയ്തിരിക്കുന്നു, വളരെ ബോറായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതും ഷെയർ ചെയ്യും. നോക്കെ ഇതിന്റെ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഒരു തെറ്റുമില്ലാതെ എഴുതണം. അതിനാദ്യം ചെയ്യേണ്ടുന്നത്, ആ ഫോർമാറ്റ് നിങ്ങൾക്ക് തരൂ എന്നറിഞ്ഞുകൊണ്ട് ആ ഫോർമാറ്റ് വെച്ചുകൊണ്ട് ആദ്യം ഒരു വെള്ള പേപ്പറിൽ അത് എഴുതണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ ഫോട്ടോ കോപ്പി കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ, പല സ്ഥലത്തും നേരത്തെ തന്നെ നമുക്ക് പ്രൊഫൈലിൽ തന്നിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് പോകാനാണ് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒന്നോ രണ്ടോ എണ്ണത്തിൽ എഴുതി നോക്കിയതിന് ശേഷം കൃത്യമാക്കിയതിന് ശേഷമാണ് ഫെയർ ആയിട്ടൊരു കോപ്പി എഴുതേണ്ടത്. ആ ഫെയർ കോപ്പി അവിടെ എത്തിക്കുമ്പോൾ അവരുടെ മുന്നിൽ എത്തുന്ന ഒരു മെറ്റീരിയലാണ്. ഇനി അതിനകത്ത് എഴുതേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് മൊത്തം എഴുതാനുള്ള ഒരു പ്രൊവിഷൻ അതിൽ കാണും. ആ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ അതിൽ നിങ്ങളുടെ ഗ്രേഡ്, മാർക്ക്, ഈ പറയുന്ന ക്ലാസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് അത് കാണേണ്ടതാണ് എങ്കിൽ, അതിനകത്ത് ഉന്നതമായ നിലവാരമാണ് എങ്കിൽ അത് കാണത്തക്കവണ്ണം തന്നെ, ഒറ്റ നോട്ടത്തിൽ കാണത്തക്കവണ്ണം തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കണം.
രണ്ടാമത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അല്ലാതെ നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അക്കാര്യവും നിങ്ങൾ അതിൽ എഴുതണം. അതിനകത്ത് പറയുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ എഴുതി അതിനെ അങ്ങ് കൺജക്ഷൻ ആക്കി അത് വായിക്കാത്ത ഭാവത്തിലേക്ക് മാറ്റരുത്. അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത്, ഒന്നുമില്ലാത്തവർ അവരുടെ ചെറിയ കാര്യം തന്നെ വലുതാക്കി നന്നായിട്ട് എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഒരുപാട് എഴുതി അങ്ങ് വായിക്കാൻ പറ്റാത്ത ഭാഗത്തിലേക്ക് അതിനെ മാറ്റി കളയരുത്. ഇനി അതിനകത്ത് മറ്റൊരു കാര്യം കൂടി നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് പോയ ഒരു ഇന്റർവ്യൂ പോയ കാൻഡിഡേറ്റുമായി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു HSA കാൻഡിഡേറ്റുമായി ഡിസ്കസ് ചെയ്തപ്പോഴും അവരുടെ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയെ കുറിച്ച് അവർ ചോദിക്കും. നമുക്ക് ഈ പറയുന്ന ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്താണെന്നുള്ള തരത്തിലേക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇന്റർവ്യൂ ബോർഡുകളിൽ ഇതിനെ ബേസ് ചെയ്ത് ഡിസ്കഷൻ തുടങ്ങുകയും ആ ഡിസ്കഷൻ തന്നെ അവർ 5-6 മിനിറ്റ് നീട്ടിക്കൊണ്ടുപോയി മറ്റൊരു ചോദ്യത്തിൽ നിന്നും എല്ലാ ചോദ്യത്തിൽ നിന്നും ഈ കുട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നത് എനിക്ക് അനുഭവമുണ്ട് എങ്ങനെയുള്ള. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ചോദ്യം ചോദിച്ച് ഒന്നും പറയാൻ പറ്റാതെ വന്ന് ബാക്കി എല്ലാം കുഴപ്പമായിട്ടുള്ള അവസരവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് എഴുതുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂവില് ഈ പറയുന്ന കാര്യം ആ കുട്ടി മെയിൻസിന്റെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ, ഈ മെയിൻസിന്റെ പരീക്ഷയിൽ എഴുതുമ്പോൾ തന്നെ ഈ പറയുന്ന അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്ത് കാണിക്കണം. എന്നിട്ട് ഇത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്റർവ്യൂ ബോർഡിലെ മെമ്പേഴ്സിന് കൊടുക്കും, ഇയാളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് എന്ന്. അവര് പോയിട്ട് പോയി ഇരുന്ന് പഠിക്കും, നെറ്റിൽ നോക്കിയും അവിടെ നോക്കിയിട്ട് ഇയാളുടെ മേഖല പഠിച്ചിട്ട് വന്ന് ഇതിനെക്കുറിച്ചാണ് അവർ പ്രധാനമായിട്ടും ഇന്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ PSC അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അവരെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, അവർക്കും അറിയാമെങ്കിൽ അപ്പോഴവർ തുടങ്ങും. പക്ഷെ UPSC അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതും കൊണ്ട് അവർ പോയി പഠിച്ചിട്ട് വന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നിങ്ങൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. അത് നമുക്ക് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം. ഇപ്പോ സാധാരണ ഇപ്പൊ മോക്ക് ഇന്റർവ്യൂ നടക്കുന്ന പല സ്ഥലങ്ങളിലും അവരെഴുതി കൊടുക്കുന്ന ഫോർമാറ്റ് അവിടേക്കുന്ന എക്സ്പേർട്സ് തിരുത്തി കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ തിരുത്തുന്ന പ്രോസസ് ഉണ്ട്. അത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പല സംവിധാനങ്ങളിലും മോക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിന് ചില ഫോർമാറ്റ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തിരുത്തുമ്പോ എന്നെ ചെയ്യൂടെ എന്നൊക്കെ ചോദിച്ചത് എനിക്ക് അനുഭവമുണ്ട്. അപ്പൊ അക്കാര്യത്തെ കുറിച്ച് ശ്രദ്ധിക്കണം. ഇനി ഇത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇന്റർവ്യൂ ബോർഡിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്ന ഒരു അവസ്ഥ. ബോർഡ് എന്ന് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിയാമായിരിക്കുമല്ലോ, അഭിമുഖം എന്ന് മാത്രമാണ്. അതായത് മുഖാമുഖം കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇടയ്ക്ക് ഇടപെടാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ സാധാരണ 3-4 പേരാണ് കാണുന്നത്. അതിൽ നടുക്കിരിക്കുന്ന ആളായിരിക്കും ചെയർമാൻ. ചിലപ്പോൾ ഒരു PSC മെമ്പർ, ചിലപ്പോൾ 2 PSC മെമ്പർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണേലും ഇതിനെ ചെയർമാനായിട്ട് ഒരാൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും, അയാളാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് സബ്ജക്ട് എക്സ്പേർട്ട്, ഡിപ്പാർട്ട്മെന്റൽ നോമിനി, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് നോമിനി ഇപ്പൊ പലപ്പോഴും ഒരു വിളിക്കാറില്ല. അപ്പൊ സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ LP UP അസിസ്റ്റന്റ് സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറ്റിലെ ഒരു ഫാക്കൽറ്റി ആയിരിക്കും, അതല്ല എങ്കിൽ ഈ പറയുന്ന എയ്ഡഡോ ഗവൺമെന്റോ ഗവൺമെന്റ് TTയിലെ ഒരു അധ്യാപകനായിരിക്കും. അപ്പൊ ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഡയറ്റിലെ ഫാക്കൽറ്റിക്കും ഈ പറയുന്ന TTയിലെ അധ്യാപകനും ഒന്നും മാർക്കിടാനുള്ള എലിജിബിലിറ്റി ഇല്ല. അവർ മാർക്കിടത്തില്ല. മാർക്കിടാൻ അർഹതയുള്ള ഒരാൾ ഈ പറയുന്ന ബോർഡിന്റെ ചെയർമാനാണ്. അപ്പൊ ഇവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുക, ഈ കുട്ടിക്ക് എത്ര മാർക്കിന് എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുക. ചോദ്യം ചോദിച്ച് പെർഫോമൻസ് കാണിച്ചു കൊടുക്കുക. ഈ പറയുന്ന ചെയർമാനും ചോദ്യം ചോദിക്കും. അതിന്റെ ചോദ്യം അയാളുടേതായിരിക്കും. ചോദിച്ചതിന് ശേഷം ഈ പെർഫോമൻസ് കഴിയുമ്പോൾ ചെയർമാൻ അവരുമായി ഡിസ്കസ് ചെയ്യും, ഈ കുട്ടിക്ക് എത്ര മാർക്കിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തെത്തിയിട്ട സാധാരണഗതിയിൽ മാർക്ക് ഇടുന്നത്. അപ്പോൾ ഈ പറയുന്ന സബ്ജക്ട് എക്സ്പേർട്ടിനും ഒക്കെ പറയാം, സാർ ഈ കുട്ടി ഇത്ര മാർക്കിനേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയും മാർക്ക്, അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു മാർക്ക് അത് കൂടുതലായിരിക്കുമല്ലോ എന്ന അഭിപ്രായം പറയാം. പലപ്പോഴും ഒരു കൂട്ടായ തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് ഒരു മാർക്ക് ഇടുന്നത്. അപ്പം സബ്ജക്ട് എക്സ്പേർട്ടിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്ന എത്ര മാർക്കിനുണ്ട് എന്ന് ആ ചെയർമാന് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടിയാണ് അദ്ദേഹത്തിനുള്ളത്.
അപ്പൊ നമ്മൾ ഈ ബോർഡിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഈ ബയോഡേറ്റ എടുത്ത് വെച്ചുകൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ട് അവര് നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം മനസ്സിലായിക്കൊണ്ട് നമ്മളെ അഡ്രസ് ചെയ്യും. നമ്മൾ കയറി ചെന്നാൽ അവരെ വിഷ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ വിഷ് ചെയ്യുന്നത് എന്താണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ഒരു പോലീസുകാരൻ ടീച്ചറാവാൻ വേണ്ടി വന്നു, അദ്ദേഹം വിഷ് ചെയ്തത് തൊഴുത് വിഷ് ചെയ്ത് എന്ന കാരണം കൊണ്ട് മാത്രം ആ ബോർഡിലെ ചെയർമാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് 2 മാർക്ക് അതുകൊണ്ട് കുറയ്ക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസുകാരൻ അങ്ങനെയല്ല ഒരു മേലധികാരിയെ വിഷ് ചെയ്യേണ്ടത്, അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്തുകൊണ്ട് നമ്മളെ അവർക്ക് വിഷ് ചെയ്തുകൂടാ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എങ്കിലും നമ്മളൊരു അധ്യാപികയാകാൻ പോകുന്നയാള് പോലീസുകാരനൊന്നും അല്ലെങ്കിൽ ഇതിരിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടത് തൊഴുതാണ് വിഷ് ചെയ്യേണ്ടത്. അപ്പൊ തൊഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, നമ്മളൊരു ഫയലുമൊക്കെ ആയിട്ടായിരിക്കും കയറി ചെല്ലുന്നത്. ഈ ഫയൽ എന്ത് ചെയ്യണമെന്നുള്ള പ്രശ്നം വരും. ഈ ഫയലോട് കൂടി അങ്ങ് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഉണ്ടാവും. സീറ്റ് കാണുമ്പോഴേ ചാടി കയറി ഇരിക്കരുത്, അവർ ഇരിക്കാൻ പറഞ്ഞിട്ടേ ഇരിക്കാവൂ. അങ്ങനെ ഇരുന്നാലും ബഹുമാനത്തിന്റെ കൂടുതൽ കൊണ്ട് നമ്മുടെ ശരീരം മൊത്തം കസേര വെക്കില്ല, ഒരു ഭാഗം കൊണ്ടിരിക്കും. അതൊക്കെ ഒരു പേഴ്സണാലിറ്റിയുടെ വൈകൃതമാണ്. നമ്മൾ നേരെ തന്നെ ഇരിക്കണം. അപ്പൊ നമ്മുടെ ബിലോങ്ങിങ്സ് അവരുടെ മേശപ്പുറത്ത് തന്നെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. വെച്ചതിന് ശേഷം നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ട് മാത്രമേ ആ മുറിയിലേക്ക് ചെല്ലാവൂ. നമ്മൾ ഇപ്പൊ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവരുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് എത്ര മാർക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. സാധാരണ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 20 മാർക്കിനാണ്. അപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നിർദ്ദേശമുണ്ട്, നിങ്ങൾക്ക് ഇടാവുന്ന മാക്സിമം മാർക്ക് 14 മാർക്കാണ്, മിനിമം മാർക്ക് 8 മാർക്കുമാണ്. അപ്പൊ 8 മുതൽ 14 വരെയുള്ള റേഞ്ചിലുള്ള ഒരു മാർക്കിനാണ് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നത്. അതിനപ്പുറത്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കതിന് കൃത്യമായ റീസൺ എഴുതി അത് സ്റ്റേറ്റ്മെന്റ് ആക്കിയൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനൊന്നും ആരും മെനക്കെടാറില്ല. ഈ 8, 14 എന്നുള്ള റേഞ്ചാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ LPSയുടെയും UPSയുടെയും റാങ്ക് ലിസ്റ്റുകൾ ഞാൻ പരിശോധിച്ചു. ആർക്കും 9 മാർക്കോ 8 മാർക്കോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് ആർക്കും കിട്ടുന്നില്ല. 10 മുതൽ 14 വരെയുള്ള മാർക്കാണ്. 10ഉം വളരെ റെയറായിട്ട് മാത്രമാണ് ഞാൻ കണ്ടത്. 11, 12, 13, 14 ഇതാണ് മാർക്ക് റേഞ്ച് കൂടുതലായിട്ട് കണ്ടത്. അപ്പൊ ഇതിലൊരു മാർക്കിന്റെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിലെ 1 മാർക്കിന്റെ വ്യത്യാസം കൊണ്ട് റാങ്ക് നമ്പർ 50 ഒക്കെ വരാം, അത് വേറെ വ്യത്യാസം, അത് വേറൊരു കാര്യം. എങ്കിലും ഇതാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പൊ ഇതറിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാൻ അറിയാമെങ്കിലും നമ്മുടെ അസ്വസ്ഥതകൾ കൊണ്ട് അത് നന്നായിട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നു. നമ്മളിപ്പം ഷർട്ടിന്റെ ബട്ടൺസ് ഇടാനിരിക്കാൻ സാവധാനം നമ്മൾ ഇടുകയാണെങ്കിൽ അത് വേഗത്തിൽ ഇടാം. നമ്മൾ എപ്പോഴെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇപ്പം ബസ് വരുന്ന കണ്ടുകൊണ്ട് ബട്ടൺസ് ഇടാൻ ഇറങ്ങി കഴിഞ്ഞാൽ ബട്ടൺസ് എല്ലാം തെറ്റുന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ നല്ല കോൺഫിഡന്റോട് കൂടിയായിരിക്കണം അവിടെ കയറി പോകേണ്ടുന്നത് എന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം. അവരെ കാണുമ്പോൾ നമ്മൾ മുട്ടുപറയ്ക്കാൻ പാടില്ല, നമ്മളുടെ കോൺഫിഡൻസോട് കൂടിയായിരിക്കണം. എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിരിക്കണം. അതായത് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയാത്തതിന്റെ പ്രശ്നം അറിയില്ലാതെ. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് തിരിച്ചറിയുക. ഇന്റർവ്യൂവിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് അവർ പറയുന്നത് ഇന്റർവ്യൂ എന്നല്ല, വേറൊരു പേരിലാണ് അറിയുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇവിടെയും നടക്കുന്നത്. ഈ വിവരം ഇതിലിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സിനൊക്കെ സാമാന്യമായ ധാരണയുണ്ട്, ഈ നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് പേഴ്സണാലിറ്റി എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടുന്നത്. എല്ലാവരും നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ആരും ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് ഓക്കെ ആണല്ലോ? പേഴ്സണാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പേഴ്സണാലിറ്റി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് ആൽപോർട്ടിന്റെ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഡെഫിനിഷൻ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഇറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ to psychophysical system that determines the characteristic behavior and thought എന്നാണ്. അവിടെ സൈക്കോ ഫിസിക്കൽ എന്നുള്ളിടത്ത് ഒരാളുടെ മാനസികവും ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള കുറിച്ചാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടുന്ന കാര്യം. ശാരീരിക അപ്പിയറൻസ്
എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിനെ ബോഡിയിലെ മൂവ്മെന്റ്സും വ്യത്യാസപ്പെടും. ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഒരു പോയിന്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? രണ്ടുപേരുടെയും ബോഡി മൂവ്മെന്റ്സ് രണ്ട് തരത്തിലാണ്. രണ്ട് എൻറ്റയർ ആയിട്ടുള്ള വ്യക്തികളായിട്ട് ഒരു ആക്ടർ മാറുന്നത് പോലെ എങ്ങനെയുള്ള ടീച്ചർ നിങ്ങളുടെ നോളജ് ഓൾറെഡി അളന്നു കഴിഞ്ഞു. കഴിയാത്ത മാർക്ക് ഒരു പരീക്ഷയിലൂടെ അളക്കാൻ കഴിയാത്തത് ചിലത് അളക്കാൻ വേണ്ടിയാണ് ഇന്റർവ്യൂ. പരീക്ഷയിലൂടെ അളക്കാൻ കഴിയാത്തത് നിങ്ങളുടെ നോളജ് പരീക്ഷയിലൂടെ അളക്കാം. നിങ്ങൾ ഈ പറഞ്ഞ മലയാളത്തിലെ ചോദ്യം, ഇംഗ്ലീഷിലെ ചോദ്യവും കണക്കിലെ ചോദ്യവും ഒക്കെ പരീക്ഷയിലൂടെ അളന്നിട്ടുണ്ട്. അളക്കാൻ കഴിയും. നിങ്ങളുടെ ഫേസ് ഉണ്ടാവും, നിങ്ങളുടെ കണ്ണുകൾ ഉണ്ടാവും. ഫേസിലെന്ന് പറഞ്ഞാൽ ആൾവേസ് പ്ലസന്റ് ആയിരിക്കണം. പ്ലസന്റ് ആയ മുഖമാണ് കുട്ടികൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് നമ്മൾ പ്ലസന്റ് ആയിട്ട് മാത്രമേ ഇടപെടാവൂ. അപ്പൊ നിങ്ങൾ പ്ലസന്റ് ആണോ? അതാണ് ബോഡി കൊണ്ട് നിങ്ങൾ ആലോചിക്കുന്ന അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നത്, പ്രതികരിക്കുന്ന രീതി. ഒരു അധ്യാപിക എങ്ങനെയാണ് ഒരു ചോദ്യത്തോട് പ്രതികരിക്കേണ്ടുന്നത്? അത് എന്താണ്, എടുത്തു ചാടിയല്ല. അവർ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി കേൾക്കുന്നു, സമചിത്തതയോടെ കേൾക്കുന്നു. ചോദ്യം അറിയാമെങ്കിലും അറിയില്ല എങ്കിലും ഒരേ മനസ്സോടെ നമ്മുടെ മുഖത്തിന് വലിയ അതിന്റെ പേരിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അറിയാത്ത കാര്യങ്ങളെ നമ്മൾ അറിയില്ല എന്നും അറിയാവുന്ന കാര്യങ്ങളെ അറിയാമെന്നും പറയുന്നു. അറിയാമെങ്കിൽ അത് എങ്ങനെ ഉത്തരം പറയുന്നു, ആ ചോദ്യത്തിന്റെ സ്റ്റൈൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നിങ്ങൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്ന സ്റ്റൈൽ തന്നെ ആയിരിക്കും ക്ലാസ് മുറിയിലും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ബോഡി ബേസിക് ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യം. രണ്ടാമത്, ഇനി ബോഡിയിന്മേൽ നിങ്ങൾ വരുത്തുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ഒന്ന്, നിങ്ങളുടെ വസ്ത്രങ്ങൾ. ഒരു ടീച്ചർ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചു പോകേണ്ടുന്നത്? അപ്പോ ടീച്ചറുടെ വസ്ത്രം ആധുനികമായിട്ടുണ്ട്, എന്ന് ചുരിദാറൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിനൊന്നും പ്രശ്നവുമില്ല. പക്ഷെ എങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിനും ഒരു സൊസൈറ്റിക്കും എന്താണോ പ്രതീക്ഷ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് ഒരു സൊസൈറ്റി എന്താണോ ഒരു ടീച്ചറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ വേഷത്തിൽ പോകണം എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ വളരെ ആകർഷകമായ ഒരുപാട് പുള്ളികളുണ്ട് എങ്കിൽ ആ പുള്ളികൾ ഉണ്ടാക്കുന്ന പ്രശ്നം നിങ്ങൾ പറയുന്നതിലല്ല ക്ലാസ് മുറിയിൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ വസ്ത്രത്തിലെ പുള്ളിയിലായിരിക്കുമെന്ന് തിരിച്ചറിയുക. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നന്നായി വേഷവിധാനം, നമ്മുടെ സാധാരണ സമൂഹത്തിൽ ഒരു നല്ല ടീച്ചർ എങ്ങനെ വേഷവിധാനം നടത്തണമോ ആ വേഷവിധാനം അനുസരിച്ചുള്ള വേഷങ്ങളായിരിക്കണം നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടുന്നത്. ഇനി നമ്മളിപ്പോ മുഖത്ത് അലങ്കാരങ്ങളൊക്കെ വരുത്താം. ഒരു ടീച്ചർ തന്റെ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ ആകാമോ അതൊക്കെ ആയിരിക്കണം നമ്മുടെ അലങ്കാരങ്ങളായി മാറി വരേണ്ടുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസുമായി, പേഴ്സണാലിറ്റിയുടെ ഫാക്ടറാണ്. ഒന്ന്, നമ്മുടെ ബോഡി ബേസിക് ആയിട്ട് എങ്ങനെയാണ്, ആ ബേസിക് ആയതിന്മേൽ നമ്മൾ വരുത്തുന്ന, നമുക്ക് നമ്മുടെ പേശികളും ചലനങ്ങളും ഒക്കെ കൊണ്ട് വരുത്തുന്ന മാറ്റങ്ങൾ. രണ്ട്, നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് വരുത്തുന്ന മാറ്റങ്ങൾ. ഇവയെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പരിഗണിച്ചിട്ടേ ഇന്റർവ്യൂവിന്റെ ഹാളിലേക്ക് പോകുന്നുള്ളൂ. ഇനി അത് കഴിഞ്ഞാലാണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് എവിടേക്ക് വരുന്നത്, ഇന്റേണൽ ആയ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഇന്റേണൽ ആയ കാര്യങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ PSCക്ക് ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഇന്റർവ്യൂവിന് നടത്തുന്നത് 5-6 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പം 10 മിനിറ്റ്, 5-നും 10-നും ഇടയ്ക്ക് മിനിറ്റുള്ള ഒരു സമയമായിരിക്കും ഇന്റർവ്യൂവിന് വേണ്ടി എടുക്കുന്നത്. ഞങ്ങളൊക്കെ ഇന്റർവ്യൂസ് നടന്ന സമയത്ത് ആദ്യം രാവിലെ ഇന്റർവ്യൂ തുടങ്ങും, ഉച്ചയാവുന്നേരം 20 പേർക്കും, ഉച്ചയ്ക്ക് ശേഷം 15 പേർക്കും 35 പേർക്കാണ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ നടന്ന ഇന്റർവ്യൂവിനെ കുറിച്ച് ഞാനിപ്പോ അറിഞ്ഞത് 15 അവർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും സമയത്തിനിടയ്ക്ക് ഈ പറയുന്ന 5, 6, 7, 5-നും 10-നും ഇടയ്ക്കുള്ള ഒരു സമയമാണ് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഒരാൾക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് അവര് നമ്മളിൽ നിന്നും അളന്നെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അളക്കാൻ പറ്റിയ സാധ്യതയില്ലെങ്കിൽ അവർ പറയുന്നത് ഒരു ക്ലാസ് എടുക്കാൻ പറയും, നിങ്ങളൊരു ക്ലാസ് എടുക്കും. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ 45 മിനിറ്റ് വേണം, 40 മിനിറ്റ് വേണം. അതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. വളരെ 2-3 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസിന്റെ തുടക്കം അവതരിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂവിന് പറയുന്ന കാര്യങ്ങൾ ഇപ്പം ക്ലാസ് എടുക്കാൻ പറഞ്ഞില്ലല്ലോ സാറ് പറഞ്ഞു, അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് വേറെ വല്ല തന്ത്രം അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കണം. നമുക്ക് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള എബിലിറ്റി ഉണ്ട്, അപ്പൊ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്,
കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന രീതി എങ്ങനെയാണ്, ഉത്തരത്തെ നമ്മൾ എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറയും ഉത്തരവും പറഞ്ഞ് താങ്കൾ തന്നെ പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ എന്ന് പറയും. ചിലർ ഉത്തരം പറയുന്നവരും ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് എങ്കിൽ ഒരു 3-4 മിനിറ്റ് സംസാരിക്കുന്നതിന് ആവശ്യമായ ഒരു ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി ചിലര് പറയും നിങ്ങളൊരു ഭാഷയുടെ ക്ലാസ് തന്നെ എടുത്തു കാണിക്കൂ. ചിലപ്പോൾ അതിലിരിക്കുന്ന സബ്ജക്ട് എക്സ്പെർട്ട് ഇംഗ്ലീഷുകാരനാണെങ്കിൽ അത് ഇംഗ്ലീഷിന്റെ ക്ലാസ് തന്നെ ആവശ്യപ്പെടും. എടുക്കുന്ന സബ്ജക്ട് മാത്സുകാരനാണെങ്കിൽ മാത്സിന്റെ ക്ലാസ് ആയിരിക്കും ആവശ്യപ്പെടുന്നത്. പ്രൈമറി സ്കൂളിൽ ടീച്ചർ എല്ലാ വിഷയവും പഠിപ്പിക്കാൻ, LPSC കാരൻ എല്ലാ വിഷയവും പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ മാത്സിന്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞെന്നിരിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ EVSന്റെ സാറായിരിക്കുന്നെങ്കിൽ EVSന്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞെന്നിരിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ തുടക്കത്തിന് തയ്യാറെടുത്ത് വെച്ചിരിക്കണം. അത് അപ്പോൾ പ്രയോഗിക്കാനും കഴിയണം. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു അവസരമായിട്ട് തന്നെ പ്രയോഗിക്കത്തക്കവണ്ണം അതിന്മേൽ ഒരു പ്രിപ്പറേഷൻ നടത്തി വെക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോ അങ്ങനത്തെ ക്ലാസ്, അങ്ങനെ അവസരം കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെ പല കുട്ടികളും കാണുന്നത്. അവർ നന്നായിട്ട് അത് ഫലിപ്പിക്കാൻ നോക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവര് ഈ പറയുന്ന നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഈ പേഴ്സണാലിറ്റിയുടെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ ആണ്. ഇന്റേണൽ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അളന്നു നോക്കുക. പേഴ്സണാലിറ്റിയുടെ ഭാഗം അതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ നേച്ചർ എന്താണ്. അതായത് ഒരു ക്ലാസ് മുറിയിലെ ടീച്ചറുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ കുട്ടികളോട് സമഭാവനയോടെ പെരുമാറാൻ കഴിയുക. ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രായോഗികമായി നമുക്ക് എത്രമാത്രം കഴിവുണ്ട്, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിലവിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷനുകളാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ എന്ന നിലയിലേക്ക് അതിനെ കാണാൻ കഴിയുന്നത് നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെയാണ് പിന്നീട് നമ്മൾക്ക് കാലികമായി ഡിസ്കഷന് വെക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് തോന്നുന്ന എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചില ഏരിയാസ് ആണ് ഞാൻ പറയുന്നത്. എന്താണ് അപ്പോ കാലികമായ കാര്യങ്ങളെ കുറിച്ച് ഒരു അധ്യാപകന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആ കാലികമായ കാര്യങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പത്രം, അതിന് തലേന്നത്തെ ദിവസത്തെ പത്രവും നോക്കിയിട്ടേ ഇന്റർവ്യൂവിന് പോകാവൂ. അന്നത്തെ വാർത്ത എന്താണെന്ന് നമ്മൾ അറിയണം. ആ വാർത്തയിന്മേൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ പത്രങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിലാണ് വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, അത് ഇന്റർവ്യൂ പറയേണ്ടുന്ന കാര്യങ്ങളല്ല. ഇപ്പോ നമ്മുടെ PSC മെമ്പർമാരെല്ലാം തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളുണ്ട് ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രതിനിധികൾ മാത്രമാണുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങൾ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഇടതുപക്ഷമാണെന്നൊന്നും അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം, അവതരിപ്പിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായി ഭവിക്കില്ല. അതിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം ഈ പൊസിഷനിൽ എത്തിയിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങളുടെ താൽക്കാലികമായി നിങ്ങളുടെ ചിന്തകൾ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ മാറ്റണം. ഇനി അങ്ങനെ ആകുമ്പോഴാണ് അവർ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കും ബോധ്യപ്പെടാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഏത് പത്രത്തെ ഡിപ്പെൻഡ് ചെയ്യുക, ഈ സമയത്ത് മറ്റു പത്രങ്ങൾ വരുന്ന കാര്യങ്ങളെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളുക. ഇനി അടുത്തത്, ഇപ്പൊ കാലികമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ബഡ്ജറ്റ് വന്നു. ആ ബഡ്ജറ്റിന്മേലുള്ള ധാരാളം ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിനെ കുറിച്ചൊരു മിനിമം ധാരണ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇനി ഇന്നത്തെ ക്ലാസ് മുറികളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ആ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സാമാന്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ലഹരി കുട്ടികളെ സ്വാധീനിക്കുന്നത്, അതിന്മേൽ ടീച്ചർ എടുക്കേണ്ടുന്ന നടപടി എന്തൊക്കെയാണ്, അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെയാണ് ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ക്ലാസ് മുറിയിൽ ഉണ്ടായിട്ടുള്ള ചില സമകാലീന പ്രശ്നങ്ങളെ കുറിച്ച്. ഇപ്പം ഡിസിപ്ലിൻ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പറഞ്ഞത് പുറത്തു വന്നാൽ തന്നെ തീർത്ത് കളയുമെന്നാണ് പറഞ്ഞത്.
അപ്പൊ ആ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞതിന്മേലുള്ള ഡിസ്കഷൻസ് ഒരുപാട് സമൂഹത്തിൽ നടന്നു. അതെന്തുകൊണ്ടാണ് ഒരു കുട്ടി അങ്ങനെ പറയുന്നത്? ആ കുട്ടി പറയാനുള്ള സാഹചര്യം എന്താണ്? നിങ്ങളോടാണ് ഒരു കുട്ടി പറയുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് സമീപനമായിരിക്കും എടുക്കുക? അങ്ങനെ പറയാതിരിക്കാൻ, ഭാവിയിൽ പറയാതിരിക്കാൻ എൽ.പി. സ്കൂളിലെ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള PSC മെമ്പർ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഇന്ന് എല്ലാ രംഗത്തും വലിയ വിപ്ലവമാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വിദ്യാഭ്യാസത്തിലെ സാറന്മാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഓൾറെഡി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിദ്യാഭ്യാസത്തെ എങ്ങനെ സ്വാധീനിക്കും? പ്രൈമറി സ്കൂളിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? പ്രൈമറി സ്കൂൾ കരിക്കുലത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ? ക്ലാസ് മുറിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് എന്തെല്ലാം സാധ്യതയുണ്ട്? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നെറ്റിൽ കയറി അന്വേഷിച്ച് കൊടുത്ത ട്രെയിനിങ് എന്താണെന്ന് സാറന്മാരോട് ചോദിച്ച് ഒക്കെ അവെയർ ആയിട്ടായിരിക്കണം പോകേണ്ടത്. അപ്പോൾ ഇത് വളരെ എല്ലാ മേഖലയിലും വളരെ വിപുലമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടന്നിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ കേരളം ഏറ്റെടുത്ത് മുന്നേ ചെയ്തിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന 1-ാം ക്ലാസ്സിലെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു പരിപാടി. അത് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? എന്താണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിന്റെ റിലവൻസ്? അപ്പൊ അത് ഇന്ന് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? തുടങ്ങിയ സമയത്ത് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നത്? ഇക്കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സാമാന്യ ധാരണ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് ഒരു GTയിൽ ഇരിക്കുന്ന സാറിനും ഡയറ്റിലിരിക്കുന്ന സാറിനും കൃത്യമായിട്ട് അറിയാം. അവരിതിനെ അവരുടേതായ തരത്തിൽ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ച സമയത്ത് ഇത് ഇല്ല എങ്കിൽ ഇന്ന് അതിനുണ്ടായ മാറ്റം എന്താണ് എന്ന കാര്യത്തെ കുറിച്ച് അറിയണം. അതുപോലെ ഓരോ ദിവസവും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ടീച്ചിങ് മാനുവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ടീച്ചിങ് മാനുവൽ ഒരു സമയത്ത് 2 കോളമായിരുന്നു, പിന്നീട് അത് 4 കോളമായി, പിന്നെ അത് വീണ്ടും 3 കോളമായി, ഇപ്പൊ അത് 2 കോളത്തിൽ വരുന്നു. അപ്പൊ അവിടെ തന്നെ ഇപ്പം കോളം കഴിഞ്ഞതിന് ശേഷം പ്രതികരണ പേജ് കഴിഞ്ഞ ശേഷം പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറഞ്ഞൊരു കുറിപ്പ് ഇപ്പം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. എന്താണ് പ്രതികരണ പേജും പ്രതിഫലനാത്മക കുറിപ്പും തമ്മിലുള്ള വ്യത്യാസം? ഇതിന് രണ്ടിന്റെ ആവശ്യമുണ്ടോ? ഇതെങ്ങനെ തുടർ പഠനത്തെ സഹായിക്കുന്നു? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു സാമാന്യമായ ധാരണ ഉണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത്ര വേഗത്തിലാക്കണ്ട, പതുക്കെ പറയാമെങ്കിൽ അങ്ങനെ പറയാം. എന്തായാലും അഭിപ്രായം ഉണ്ടോ? ഇല്ല സാറേ, ഇല്ല. സാർ ഓക്കെയാണ്. ഓക്കെ. അപ്പോ എന്താണ് എനിക്ക് തോന്നുന്നത് ഇതാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ച് പോയിക്കണം. അപ്പൊ അതിന്മേൽ നിങ്ങൾക്ക് വേറെ ഡിസ്കഷൻ നടത്താവുന്നതേ ഉള്ളൂ. പിന്നീട് ഡിസ്കഷൻ നടത്തിയോ അത് പിന്നെ നോക്കുകയോ ചെയ്യാം. ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും എല്ലാം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധ്യതയില്ല. അപ്പൊ അത് ഇന്റഗ്രേഷന്റെ ഒരു സാധ്യത, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും. പിന്നീട് ഇന്ന് വിദ്യാഭ്യാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അത് ക്ലാസ് മുറിയിലേക്ക് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, വളരെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. അതിന് 2 വശമുണ്ട്, നന്മയുമുണ്ട് തിന്മയുമുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ നന്മകൾ, എന്തൊക്കെയാണ് അതിന്റെ തിന്മകൾ, ആരെയൊക്കെയാണ് ഇൻക്ലൂസീവ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇൻക്ലൂസീവ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി സർക്കാർ ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ്, നമ്മുടെ വിദ്യാലയങ്ങൾ നടക്കുന്നുണ്ടോ, ആ വിദ്യാലയങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫലം എന്താണ്? ഇക്കാര്യത്തെ കുറിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റെഫറൻസ് നടത്തി പോകുന്നത് നമുക്ക് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു ആക്ട് ആക്കിയിട്ട് കൊണ്ടുവന്ന് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം, അത് എങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിച്ചിരിക്കുന്നത്, അതുണ്ടായപ്പോൾ ഉണ്ടായ വിദ്യാഭ്യാസത്തിലെ മാറ്റം എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു കരടൊക്കെ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് വായിക്കാൻ കിട്ടും. അത് എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് കയറുന്നതാണെങ്കിൽ നന്നായിരിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാഷണൽ NPE എന്ന് പറയുന്ന കാര്യം. NPE, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അങ്ങനെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ കമ്മീഷനുകളുണ്ട്. അതൊക്കെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട്. അതിന്റെ വർഷം, അതെന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ ഒരു എയിം എന്താണ്, അതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ വലിയ 3 ബുക്കുകളാണ്, 3 വോള്യൂമായിട്ടുള്ള. അതിന്റെ പേര് തന്നെ നാഷണൽ പോളിസി എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന്. അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇന്നത്തെ ആധുനികമായ ഇതിന്റെ ചിന്തകൾ, അതിന്മേൽ നടന്നിട്ടുള്ള ചില ചർച്ചകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന NCF എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ് KCF. KCFന്റെ റിലവൻസ് എന്താണ്, അത് വിമർശനാത്മകമാക്കിയിട്ടുള്ള കാര്യമാണ്. KCF ആവശ്യമായിരുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഇപ്പൊ നിങ്ങൾ ചില ഡിസ്കഷനിൽ KCF ആവശ്യമല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അത് പറയാൻ പോകരുത് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ KCF എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ പ്രതിഫലിക്കുന്നത്,
ഇപ്പോഴത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് മുന്നേ നടന്ന കുറേയേറെ പ്രവർത്തനങ്ങളുണ്ട്. പഞ്ചായത്തുകളിലും പിന്നെ ഗ്രാമസഭകളിലും ഒക്കെ ഇത് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് അങ്ങനെ കൊണ്ടുപോയ മെറ്റീരിയലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, KCFിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ അതുപോലെ നമ്മുടെ പാഠപുസ്തകങ്ങളുടെ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു, ഇപ്പൊ അടുത്ത വർഷം മാറാൻ പോകുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ പത്രങ്ങളിൽ വരുന്നത് ഇവർ ഈ ആവശ്യത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSC മെമ്പർ ഓരോ ജോലിക്ക് വരുന്ന സമയത്തും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തിട്ടാണ് അവർക്ക് ചോദിക്കാനുള്ള മെറ്റീരിയൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറയുന്ന ആൾ ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കും. ആദ്യം ചോദിച്ച ആളിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇവരത് കേട്ടോണ്ടിരിക്കുകയാണ്, പിന്നെ ഇവരത് ചോദിക്കും വളരെ റെലവന്റ് ആയിട്ടുള്ള. അപ്പൊ അവർക്കും ഈ കാര്യത്തെ കുറിച്ച് നമ്മളെക്കാൾ നല്ല വിവരമായി മാറും, പലരുടെ മുന്നിൽ ഇരുന്നിരുന്നിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്നതാണ്, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചലഞ്ചസ് ഇൻ കേരള എഡ്യൂക്കേഷൻ. കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇപ്പോ ബഡ്ജറ്റ് അതിനകത്ത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ബഡ്ജറ്റിൽ ഇപ്പൊ നമ്മുടെ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എല്ലാം തന്നെ ഈ പറഞ്ഞ ICT അധിഷ്ഠിതമാക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും നെറ്റും എല്ലാ ഫെസിലിറ്റിയും കൊടുക്കാൻ തീരുമാനിച്ചു ബഡ്ജറ്റിൽ. പക്ഷെ കേരളം അതിന് മുന്നേ നടത്തിയോണ്ട് അതിന്റെ പണമൊന്നും കേരളത്തിന് കിട്ടില്ല. അതുപോലെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യത്തിൽ കേരളം മുന്നേ നടപ്പിലാക്കിയതുകൊണ്ട് കേരളത്തിന് പണം കിട്ടാതെ പോകുന്ന അവസ്ഥ വരുന്നു. അതുപോലെ കേരളത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്തെമ്പാടും 6+ ആണ്, കേരളത്തിൽ മാത്രം 5+ ആണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത് സർക്കാരിന്റെ പോളിസിയെ തകിടം മറിക്കാതെ പറയുന്നതിനുള്ളൊരു ഒരു എന്താണ് നേച്ചറാണ്, ഒരു കഴിവാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ കേരളം അല്ലാതെ തന്നെ ഒരുപാട് ചാലഞ്ചസ് പിന്നെ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് കേരളം വിദ്യാഭ്യാസത്തിന് മുന്നേ നിൽക്കുന്നതിന് കാര്യം? രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒത്തിരി മുന്നിൽ നിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പല കാര്യങ്ങളിലും. അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിലേക്ക് പോകണം. മിഷണറിമാരുടെ ഇടപെടൽ, അതുപോലെ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഇടപെടൽ, അത് കഴിഞ്ഞ് വന്ന സർക്കാരുകളുടെ ഇടപെടൽ, ഇവരുടെയൊക്കെ ഇടപെടലുകൾ നമ്മൾ കേരളത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ കുറച്ച് മുന്നിൽ എത്തിച്ചു. അപ്പൊ അപ്പോഴും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പ്രൈമറി എഡ്യൂക്കേഷൻ മുതലേ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളൊരു പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ അങ്ങാണെങ്കിൽ എന്ത് പരിഹാരം കാണും? ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഗൗരവമായി ചിന്തിക്കാനും നിങ്ങളുടെ തരത്തിൽ അഭിപ്രായം പറയാനും അത് ഇഫക്റ്റീവ് ആകുമെന്ന് ഇരിക്കുന്ന ബോർഡിന് തോന്നുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് മതിപ്പുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പം ഇവാലുവേഷന് വേണ്ടി ഗ്രേഡിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഗ്രേഡിംഗ് തുടങ്ങി വെക്കുകയും അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറുകയും ചെയ്തിരിക്കുന്നു. അതിന്മേൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗ്രേഡിംഗ് ആണോ നല്ലത്, മാർക്കിംഗ് ആണോ? ഗ്രേഡിംഗ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? മാർക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒരു സാമാന്യ ധാരണ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇപ്പോ ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വരികയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ എമ്പാടും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് SSK എന്ന് പറയുന്നത്. അപ്പോ അതിന് മുമ്പ് അതിന്റെ പേര് SSA എന്നായിരുന്നു. ഇപ്പോ സമഗ്ര ശിക്ഷ കേരളം എന്നാണ് SSK എന്ന് പറഞ്ഞത്. നേരത്തെ സർവ്വശിക്ഷ അഭിയാനായിരുന്നു. അതിന് മുന്നേ കേരളത്തിൽ നടപ്പിലാക്കിയ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയ ഒരു പരിപാടി, അത് എല്ലായിടത്തും നടപ്പിലാക്കില്ല, സെലക്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയായിരുന്നു DPEP എന്ന് പറയുന്നത്. അതിനു മുമ്പ് വളരെ സെലക്ടഡ് ആയിട്ട് നടത്തിയിരുന്ന ഒരു പരിപാടിയായിരുന്നു MLL എന്ന് പറയുന്നത്. ഈ MLL-ന്റെ തുടർച്ചയാണ് DPEP എന്നും അതിന്റെ തുടർച്ചയാണ് SSA എന്നും അതിന്റെ തുടർച്ചയാണ് SSK എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ശരിക്കും അത് തുടർച്ചയൊന്നും അല്ലെന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പൊ ഈ 4 കാര്യവും എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു വെക്കാൻ ബാധ്യസ്ഥരാണ്. അത് മാത്രമല്ല, ഇന്ന് സ്കൂളിലേക്ക് ചെല്ലുന്ന ഒരാള് SSKയുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകുന്നയാളാണ്. ആ നിലയ്ക്ക് അതിന്റെ തുടർച്ച എവിടെയാണ്, എന്താണ് അതിന്റെ ലക്ഷ്യം, അതിനു മുന്നേ ഇത് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് SSAയിലേക്കും DPEP-യിലേക്കും അതിനു മുമ്പുള്ള MLL-ലേക്കും കടന്നു പോകുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയി ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്കറിയുന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ പ്രൈമറി സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് CRC എന്നാണ്, ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ എന്നാണ്. അതിന് മുകളിലുള്ളതാണ് BRC എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് ഈ ജില്ലാ തലത്തിൽ DPO എന്ന് പറയുന്നത്, സംസ്ഥാന തലത്തിൽ SPD എന്ന് പറയുന്ന ഒരു സംവിധാനവും പറഞ്ഞു പോകുന്നത് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് ഈ സ്ട്രക്ചർ ഈ പറയുന്ന പ്രോജക്റ്റ് ഇഫക്റ്റീവായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രോജക്റ്റിന്റെ റിലവൻസ് എന്ന് പറയുന്ന ഇതാണ്, സിസ്റ്റം സർക്കാർ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നീങ്ങാതെ വരുമ്പോൾ സിസ്റ്റത്തെ സ്പീഡാക്കുന്നതിന് വേണ്ടി സ്പീഡുള്ളവരെ വെച്ച് ചെയ്യുന്ന പരിപാടി എന്നാണ് ഇതിന്റെ അർത്ഥം.
ഇതിന്റെ മെസ്സേജ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഓക്കെ. അതുപോലെ ഇപ്പോ CRC എന്താണ്, BRC എന്താണ്, DPO എന്താണ്, SPD എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം. അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ എങ്ങനെ ഭാഗമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ അതുപോലെ സ്കൂളുകളിൽ ഇപ്പോൾ നടക്കുന്ന SRG മീറ്റിംഗ്, SRC ഇങ്ങനെ ഒരുപാട് കുറെ മീറ്റിങ്ങുകളൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. SRG മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ്, SRG എപ്പോഴാണ് കൂടുന്നത്, SRG കൺവീനർ ആരാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ സ്കൂൾ ഇന്ന് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നതും സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഒരു ഭക്ഷണ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ന്യൂൻമീൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനുള്ള മൊത്തം ചുമതലയും സ്കൂൾ ഹെഡ് മാസ്റ്റർക്കും സ്കൂളിലെ സാറിനും വേണ്ടി മാത്രമാണ്. അതിന്റെ സൂപ്പർവിഷൻ മാത്രമാണ് പുറത്തേക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. മൊത്തം പ്രവർത്തനവും സ്കൂളിൽ നടത്തുന്നതിനുള്ള എൻ്റെയർ ചുമതല സാറിൻ്റെതാണ്. അക്കാര്യത്തിൽ നിങ്ങളുടെ സമീപനം എന്താണ്, നിങ്ങൾ അതിനകത്ത് എങ്ങനെ സഹകരിക്കും, നിങ്ങളത് ബെറ്റർ ചെയ്യുന്നതിന് എങ്ങനെയൊക്കെ ഇടപെടും, നിങ്ങളുടെ HM-നെ നിങ്ങൾ എങ്ങനെ സഹകരിക്കും, നിങ്ങൾ HM ആവുകയാണെങ്കിൽ ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ ഇപ്പൊ ടീച്ചർ ആയതിനു ശേഷം അയാൾ HM ആകുന്നതിന് വേറൊരു ഇന്റർവ്യൂ ഒന്നും ഇല്ല, ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ ആയിട്ട് അങ്ങോട്ട് മാറുകയാണ്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് ഹെഡ് മാസ്റ്ററുടെ ചുമതല എന്താണ് എന്ന കാര്യം പഠിക്കുന്നത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, ചോദിക്കുന്നത് ടീച്ചറുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ചുമതല എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് സ്കൂളിനെ കൊണ്ടുപോകാം, ടീച്ചർമാരെ എങ്ങനെയാണ് ഒന്നിച്ചു നിർത്തുന്നത് എന്ന കാര്യങ്ങൾ, ഹെഡ് മാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ആയിരിക്കും ചോദിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടായെന്നും വരും. ഓക്കെ. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, സ്കൂളിനെ ഭരിക്കുന്നത് HM ആണ്, HM-നെ ഭരിക്കുന്നത് LP സ്കൂളാണെങ്കിലും UP സ്കൂളാണെങ്കിലും AEO ആണ്, AEOയ്ക്ക് മുകളിലുള്ളത് DEO ആണ്, DEOയ്ക്ക് മുകളിലുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടർ ആണ്, ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മുകളിലുള്ളത് നേരത്തെ DPA ആയിരുന്നു, ഇപ്പൊ ആ പോസ്റ്റിന് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്, DGE എന്നാണ്. അങ്ങനെ DGE എന്നാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം. നേരത്തെ ഓരോന്നിനും പ്രത്യേകം ഡയറക്ടർമാരുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറിക്ക് വേറെ ഡയറക്ടർ ഉണ്ടായിരുന്നു, വൊക്കേഷണൽ സെക്കൻഡറിക്ക് വേറെ ഡയറക്ടർ ഉണ്ടായിരുന്നു, ഇതിനോട് വേറെ ഇപ്പം ഡയറക്ടർ ജനറൽ ആണ്. എല്ലാത്തിനും കൂടി ഒറ്റ ഡയറക്ടർ ആണുള്ളത്, ബാക്കിയുള്ളതല്ല ഡയറക്ടർ ജനറലുടെ കീഴിലാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് DPA മാറി ഈ പറയുന്ന DGE എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ വിദ്യാഭ്യാസത്തിലെ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇനി അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും അത് രണ്ടു മൂന്ന് തരത്തിലുള്ളതുണ്ട്. അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുക, ആവശ്യമായ റിസോഴ്സ് മെറ്റീരിയൽ രൂപപ്പെടുത്തുക, ആവശ്യമായ റിസർച്ച് നടത്തുക എന്നിങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കപ്പെട്ടുള്ള സ്ഥാപനമാണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതിന് മുകളിലുള്ള ഒരു സ്ഥാപനമാണ് സംസ്ഥാനത്തുള്ളത്. അതിന്റെ പേര് SCERT എന്നാണ്. SCERT എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. അതൊരു ഉപദേശക സമിതിയാണ്, സർക്കാരിന് ഉപദേശങ്ങൾ കൊടുത്ത് അങ്ങനെ വിദ്യാഭ്യാസത്തെ നയിച്ചുകൊണ്ട് പോകേണ്ടുന്ന ഒരു സമിതിയാണ്. അപ്പൊ അതിന് മുകളിൽ ഒരു സ്ഥാപനമുണ്ട്, അതിന്റെ പേരാണ് NCERT എന്ന് പറയുന്നത്. ഡൽഹിയിലുള്ള വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഇതിനു വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. അവിടെ ധാരാളം ഡിപ്പാർട്ട്മെന്റുകളും ഒരുപാട് പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ഒരുപാട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. NCERT എന്താണെന്ന് നമ്മൾ അറിയണം, അവരുടെ ജോലി എന്താണെന്ന് അറിയണം. NCERT ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരുന്നുണ്ട്, NCERT ബന്ധപ്പെട്ട ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരണയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന തരത്തിൽ ഒരു സ്ഥാപനം, എഡ്യൂക്കേഷന്റെ പ്ലാനിങ്ങിനും അഡ്മിനിസ്ട്രേഷനും ഹെഡ് മാസ്റ്റർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും ഒക്കെ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് CMAT എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ട്. അതിന്റെ ഒരു നാഷണൽ ബോഡി ഉണ്ട്, അതിന്റെ പേര് NEPA എന്നാണ്. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡൽഹിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ICT അധിഷ്ഠിതമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ക്ലാസ് മുറികൾ മൊത്തം സ്മാർട്ട് ക്ലാസ് റൂം ആക്കണമെന്നാണ് സങ്കല്പം. നിങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ? ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം ആകുന്നത് എങ്ങനെ, അത് സ്മാർട്ട് റൂം ക്ലാസ് എന്തെല്ലാം ഫെസിലിറ്റി അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവാം. അവിടെ LCD പ്രൊജക്ടർ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഫക്റ്റീവായി കാര്യങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഇന്ന് കേരളത്തിലുള്ള സിസ്റ്റം ഏതാണ്? അതാണ് വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്നത്. ആ ചാനലുകളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ആ ചാനലുകളുടെ പ്രവർത്തന സമയം എപ്പോഴാണെന്ന് അറിയണം. ഓരോ ക്ലാസ്സിനും അവർ എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ല ടീച്ചർമാർ ക്ലാസ് മുറി കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മീഡിയയെ എങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം പത്രം എങ്ങനെ കുട്ടിയുടെ അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ല, പത്രം എങ്ങനെ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം, TV എങ്ങനെ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം, മൊബൈൽ ഫോൺ എങ്ങനെ കുട്ടിയുടെ
പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം അവതരിപ്പിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുകയും അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ധാരണയിലെത്തുകയും അതിന് ഇന്ന് എന്തും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ കണ്ടുപിടിച്ചൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ സമീപിക്കേണ്ടത്. പിന്നീട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു ഡിസ്കഷൻ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിസ്കഷനിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറയും. ഓക്കെ, തുടങ്ങിക്കോളൂ. ഹലോ 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 കേൾക്കാം സാർ. സാർ, വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം സാർ മെൻഷൻ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും? കേരളത്തിലെ വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു, അധ്യാപകരില്ല, വിദ്യാലയങ്ങളും സഫീഷ്യന്റ് ആയിട്ടില്ലായിരുന്നു. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യം പോലെ വിദ്യാലയങ്ങളും അധ്യാപകരും ഉണ്ട്, കുട്ടികളുടെ കുറവാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കുട്ടികൾ സഫീഷ്യന്റ് ആയിട്ട് വിദ്യാലയങ്ങളിൽ ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാരണങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, നമ്മുടെ പോപ്പുലേഷന്റെ റേറ്റിലുണ്ടായ വ്യത്യാസമാണ്. മറ്റൊന്ന്, പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇന്ന് ഒരുപാട് പേര് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറിയിട്ട് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് മാറി പഠിക്കുന്നുണ്ട്. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഇന്നുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളെക്കാൾ നന്നായി ഇത് പ്രവർത്തിക്കുന്നു എന്ന ധാരണ രക്ഷിതാക്കളുള്ളതുകൊണ്ടാണ്. അത് ചിലപ്പോൾ ധാരണ മാത്രമായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതൊരു കാര്യമാണ്. അതൊരു പ്രശ്നമാണ്. കുട്ടികളുടെ എണ്ണത്തിലുള്ള ഉണ്ടായിട്ടുള്ള ഒരു കുറവ് പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ശക്തിയെ, ഇപ്പൊ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പൊ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടി ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു. സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ എത്തിച്ചുകൊണ്ട് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പരിപാടി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന കാര്യം, കുട്ടികൾ എവിടെങ്കിലും പഠിച്ചാൽ പോരെ എന്നൊരു ചോദ്യം ചോദിക്കും. എവിടെങ്കിലും പഠിച്ചാൽ പോരെ, അൺഎയ്ഡഡ് പഠിച്ചാൽ എന്താ കുഴപ്പം, അവർ ഫീസ് കൊടുത്തല്ലേ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ ശൃംഖല ഇല്ലാതായി പോയി കഴിഞ്ഞാൽ, അത് നശിച്ചു കഴിയുമ്പോൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഇവർക്ക് മേലെ ഏൽപ്പിക്കുന്ന ഫീസ് ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല. ഒരുപാട് ഫീസ് അടിച്ചേൽപ്പിക്കുകയും അവരുടെ നിബന്ധനകൾ വളരെ കർക്കശമാക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ആധുനികവൽക്കരണങ്ങൾ നടക്കുന്നു. ഇപ്പോഴത്തെ ആധുനികവൽക്കരണമാണ് AI ഉത്ഭവം എന്ന് പറയുന്നത്. AI ഉത്ഭവത്തെ കുറിച്ച് ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. AI സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്മാർട്ട് ക്ലാസ് മുറികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു. സ്മാർട്ട് ക്ലാസ് മുറികൾ നമ്മുടെ ഒരുപാട് വിദ്യാലയങ്ങൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും സ്മാർട്ട് ക്ലാസ് മുറികൾ മിക്ക വിദ്യാലയങ്ങളിലും ഇല്ല. സാധാരണ പഴയ രീതിയിൽ ടോക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് മുറിയാണ് നടന്നു വരുന്നത്. ക്ലാസ് മുറികൾ ആധുനികവൽക്കരിച്ച് അതിനനുസരിച്ച് അധ്യാപകരെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ സമൂഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ സാമ്പത്തിക പരിമിതി ഒരു പരിധി വരെ, എങ്കിലും നമ്മൾ കൂടുതൽ എമൗണ്ട് ഇതിനു വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്, നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ കുട്ടികളുടെ അധ്യാപകരും തമ്മിലുള്ള റിലേഷൻ, ഇപ്പോ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ അനുസരിക്കണം, അതനുസരിച്ച് പഠിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇന്ന് ആധുനിക സമൂഹത്തിൽ കുട്ടികളുടെ ഇടപെടലുകൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചില സിനിമകൾ വരികയും ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളൊക്കെ മാറുകയും സാറന്മാരും പ്രിൻസിപ്പലും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ തന്നെ ചില ധാരണകൾ വളർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പഴയ അധ്യാപക വിദ്യാർത്ഥി സങ്കല്പം മാറുകയും ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ് മുറി കൈകാര്യം ചെയ്യാൻ വരുന്നവരെയും ക്ലാസ് റൂം മാനേജ്മെന്റിൽ പ്രശ്നമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ കഴിയാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അന്താരാഷ്ട്ര നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളൊക്കെ എല്ലാത്തരം സംവിധാനങ്ങളും എല്ലാം അപ്ഡേറ്റ് ആക്കി കഴിയുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ എല്ലാ കുട്ടികളും എത്തിയിട്ടില്ല. ചില സ്ഥാപനങ്ങളൊക്കെ ആ തരത്തിലേക്ക് മാറുന്നുണ്ട്. നമ്മുടെ റിമോട്ട് ഏരിയകളിലൊന്നും കുട്ടികൾ ആ ഒരു തരത്തിലേക്ക് എത്തുന്നില്ല. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ചില ചാലഞ്ചസ് ആണ്. പിന്നെ യഥാർത്ഥ ചാലഞ്ച് ഇതൊന്നുമല്ല. അത് നിങ്ങൾ പറഞ്ഞില്ല, അധ്യാപകരുടെ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമാണ്. പഴയ അധ്യാപകനെ പോലെയല്ല ആധുനിക ലോകത്തെ അധ്യാപകൻ. അവര് മിക്ക സ്കൂളുകളിലും, ഞാനൊരു സ്കൂളിൽ ഒരു ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു, മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്,
അധ്യാപകർ പലപ്പോഴും കമ്മിറ്റഡ് ആയി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കമ്മിറ്റഡ് ആയി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ കമ്മിറ്റഡ് ആയി പ്രവർത്തിപ്പിക്കാൻ അത് ചോദ്യം ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാത്ത അത് നിങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അവരുടെ സംഘടനകളൊക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെന്റോട് കൂടി പല അധ്യാപകരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യം പറയാവുന്ന കാര്യം. കമ്മിറ്റ്മെന്റ് ഓഫ് അധ്യാപകന്റെ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ കുറവ് ഒരു വളരെ വലിയ ചാലഞ്ചാണ്. കേരളത്തിന്റെ മാത്രം ഒരു ചാലഞ്ചായിട്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഒത്തിരി കൂടുതലാണ്. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറയാനുണ്ടാവും. ഓക്കെ. സർ, ഈ CRC, BRC, DPO, SPD ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? CRC എന്ന് പറയുന്നത് ക്ലസ്റ്റർ റിസോഴ്സ് സെന്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ അധ്യാപകർക്ക് വേണ്ടി ഒരു പൊതുസ്ഥാപനം, അത് ഏതെങ്കിലും ഒരു UP സ്കൂളിനോടോ LP സ്കൂളിനോടോ അനുബന്ധിച്ച് ഈ ഒരു ചെറിയ മുറി പണിതിട്ടിട്ടുണ്ടാവും. ആ മുറിയിൽ ഈ അധ്യാപകർക്ക് ഒരു സാന്ദർഭികമായിട്ട് കൂടിയിരിക്കാനും ഓരോ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ആ ഒരേ ക്ലാസ്സിലെ അധ്യാപകർക്ക്, ആ ഒരു പഞ്ചായത്തിലെ ക്ലാസ്സിലെ അധ്യാപകർക്ക് ഒരേപോലെ കൂടിയിരുന്ന് അവരുടെ പാഠഭാഗങ്ങളെ കുറിച്ച് കൂട്ടായി പ്ലാൻ ചെയ്ത് ക്ലാസ് മുറിയിൽ പോയി അവതരിപ്പിക്കുന്നതിനുള്ള ഒരു കാര്യം. അതിനാവശ്യമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് കൂട്ടായിരുന്ന് ചെയ്ത് അവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം. അതിനുവേണ്ടി അധ്യാപകരെ റിസോഴ്സ്ഫുൾ ആക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങളാണ് CRCകൾ. ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഞാനിപ്പോ എന്റെ SSKയുടെ ജില്ലാ പ്രോജക്ട് ഓഫീസറായിട്ട് ഒരു 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഈ കൊല്ലം ജില്ലയിലെ മിക്ക പഞ്ചായത്തിലും ആ കാലഘട്ടത്തിലാണ് CRC ബിൽഡിങ്ങിനുള്ള ഫണ്ട് കൊടുത്തത് ചെയ്യിച്ചിട്ടുള്ളത്. അതാണ് CRCയുടെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു CRC കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ട്രെയിനറെ, ഏതെങ്കിലും ഒരു അന്നൊരു ഇന്റർവ്യൂവിനൊക്കെ വെച്ച് നല്ല എഫക്റ്റീവ് ആയ ഒരു ടീച്ചറെയാണ് അതിന്റെ CRC കോർഡിനേറ്റർ ആയിട്ട് വെക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. പിന്നെ പോസ്റ്റ് പോയ ഏതെങ്കിലും സാറിനെ അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് വെക്കുക, അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എടുത്ത ഒരു സാറിനെയാണ് വെക്കുന്നത്. അപ്പൊ അതിൻ്റെതായ പാളിച്ച അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഈ കാര്യം, അവർ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കണമെന്നില്ല, ഈ കൂടുന്ന ദിവസം അവരും അവിടെ വന്നിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പിന്നെ സ്കൂളിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇടം എന്ന നിലയിലാണ് CRC. അതുപോലെ ക്ലസ്റ്റർ ട്രെയിനിങ്ങുകൾ ഉണ്ടാകുമായിരുന്നു. ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് മാസത്തിലൊരിക്കൽ ക്ലസ്റ്റർ ട്രെയിനിങ് നടന്നു വന്നിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ അത്ര കൃത്യമായ ട്രെയിനിങ് ഒന്നും നടക്കുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഇതിനാവശ്യമായ ഫണ്ട് കൊടുത്തിരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേരളത്തിന് ആവശ്യത്തിനുള്ള ഫണ്ട് ലഭിക്കാതെ വന്നതും, പിന്നെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അന്നേ ദിവസം ക്ലാസ് ഫലപ്രദമായി നടക്കുന്നില്ല, കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ട് മാസത്തിലൊരിക്കലുള്ള ക്ലാസ് ട്രെയിനിങ്ങുകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. പലപ്പോഴും ഒക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ സാറന്മാർക്ക് കൂടിയിരുന്ന് അവരുടെ പ്രവർത്തനങ്ങൾ പരസ്പരം പ്ലാൻ ചെയ്ത് ഇഫക്റ്റീവായ ക്ലാസ് മുറികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ സ്ഥാപിച്ചിട്ടുള്ളവയാണ് ക്ലസ്റ്റർ റിസോഴ്സ് സെന്ററുകൾ. അതിന് CRC കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളുടെ ചുമതലയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി BRC എന്ന് പറയുന്നത് ഒരു സബ് ജില്ലയിൽ ഒരു സ്ഥാപനം, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ എന്നാണ് പറയുന്നത്. അതെല്ലാ സബ് ജില്ലയിലും ഉണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. 10, 20, 25 പേരും ഒക്കെ ഇവിടെ ജോലിക്കുണ്ട്. അവിടെ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു BRCയുടെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അതെങ്കിലും ഒരു സീനിയർ ഹെഡ് മാസ്റ്ററോ ഒരു അധ്യാപകനോ ആയിരിക്കും. അത് കഴിഞ്ഞതിന് താഴെ കുറച്ച് ട്രെയിനർമാരുണ്ടാവും. ആ ട്രെയിനർമാരുടെ ജോലി ഇവരുടെ ജോലി എന്ന് പറയുന്നത് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ CRC അല്ല SSKയുടെ ഫണ്ട് ഇവിടേക്ക് എത്തിക്കുക, ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിനിയോഗത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, സ്കൂളുകളിൽ പോയിട്ട് ഓൺ സൈറ്റ് സപ്പോർട്ട് കൊടുക്കുക. ഓൺ സൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് ആ പ്രശ്നത്തിന് ഇപ്പൊ സാറില്ല എങ്കിൽ സാറില്ലെങ്കിൽ ക്ലാസ് എടുക്കണമെന്ന് തന്നെയാണ്. അപ്പൊ സാറ് ക്ലാസ് മുറിയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇങ്ങനെ അഡ്രസ് ചെയ്യാമെന്നുള്ള തരത്തിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന രീതി. അതുകൂടാതെ അവിടെ പ്രധാനമായിട്ടും ഇന്നുള്ളത് ഈ പറയുന്ന ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് IED ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. IED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ ഡിസേബിൾഡ്. അവരെ സ്കൂളുകളിലേക്ക് വിന്യസിക്കും. ഒരു നിശ്ചിത ദിവസം ഒരാൾ ഇന്ന സ്കൂളിൽ പോകണമെന്നുണ്ട്. ഇങ്ങനെ IED കുട്ടികളുള്ള സ്കൂളുകളിൽ ഇവർ പ്രത്യേകം അതേസമയം മറ്റ് അധ്യാപകർ എടുക്കുന്നതിനോടൊപ്പം ഇവരുടെ ക്ലാസ്സിലിരിക്കുകയും ഈ കുട്ടിക്ക് വേണ്ട സഹായം അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അവിടെ ഈ SSKയുമായി ബന്ധപ്പെട്ട ഓരോ ഉപജില്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും അതിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഒരു സ്ഥാപനമാണ് BRC എന്ന് പറയുന്നത്. അതുകൂടാതെ DPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് പ്രോജക്ട് ഓഫീസ് എന്നാണ്. ഇതൊരു പ്രോജക്റ്റ് ആണ്. അതിനുവേണ്ടി ജില്ലയിലുള്ള ഒരു പ്രോജക്റ്റ്, അതിനൊരു ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഉണ്ടാവും. അതുകൂടാതെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റിന് വേണ്ടി പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ടാവും. പിന്നെ അവിടെ അക്കൗണ്ട്സ് ഓഫീസർ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടാവും. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ ട്രെയിനിങ്ങിന്റെ മേൽനോട്ടം അവരാണ് ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് പ്ലാൻ ചെയ്യുന്നത് കൊടുക്കുന്നതും ഒക്കെ അവരുടെ ട്രെയിനർമാർ മുഖേന ഈ BRCയിലെ ട്രെയിനർമാരിലാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനർമാർ മുഖേന ട്രെയിനിങ് കൊടുക്കുക, വിദ്യാലയത്തിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, എസ്പെഷ്യലി ഗവൺമെന്റ് സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ്, ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി, ക്ലാസ് റൂം പണിയുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വർക്കുകൾ.
അപ്പൊ ഇതിന്റെ സംസ്ഥാനത്തെ കോർഡിനേഷനാണ് SPD എന്ന് പറയുന്ന സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്ത് നന്ദാവനത്ത് അതിനൊരു ഓഫീസും ഒക്കെ ഉണ്ട്. ഈ 14 ജില്ലയുടെയും പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുകയാണ് അവരുടെ ജോലി. ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. ഇത് ഒറ്റ വാക്കിലൊക്കെ അറിയായിരുന്നു സാർ, ഇത്രയും വിശാലമായിട്ട് ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അല്ല, ഇത് ഞാൻ വിശാലമായിട്ട് പറഞ്ഞില്ല. വിശാലമായിട്ട് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കത്തില്ല. ഓക്കെ, അതിനകത്ത് ഇനി കൂടുതൽ വിശാലമാണെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. അല്ല, വേറെ നിങ്ങൾക്ക് ഈ എന്താണ് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഡയറക്ടർ നിങ്ങൾക്കുള്ള ആശങ്കകൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുത്തവരോട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ. ആ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂ പങ്കെടുത്ത ഒരാൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് സഹായകമാകും. അങ്ങനെ നിങ്ങൾ പെട്ട ഒരു ഡിലമയെ കുറിച്ച് പറഞ്ഞാൽ ഡിലമയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാവുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കും ഒന്നും ചോദിക്കാനില്ല. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അവസാനമായിട്ട് ഇന്റർവ്യൂവിന് ചെല്ലുന്നത് തിരുവനന്തപുരം PSC ഓഫീസിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന് ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് ചെല്ലുക. അപ്പൊ ഞാൻ വളരെ ഓവർ കോൺഫിഡന്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്തത് എന്താണ്, അന്ന് PSCയുടെ ചെയർമാനും വേറെ 3 PSC മെമ്പർമാരുണ്ടായിരുന്നു. അല്ലാതെ 2 പേരും കൂടി 5 പേരുള്ള ഒരു ഇന്റർവ്യൂ ബോർഡാണ് ചെയ്തത്. പക്ഷെ എന്നെ അവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ട് എനിക്ക് റാങ്ക് നമ്പർ 1 തന്നു. അതിന്റെ ഒരു ഇന്റർവ്യൂവിലെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് പരിചയം വെച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടുള്ളതല്ല, അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിനകത്ത് എന്താണ്, ഞാൻ പറയുന്നതൊക്കെ അവരെ എതിർക്കുകയും അങ്ങനെയല്ല അന്ന് സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം എനിക്ക് മാർക്കും കിട്ടിയിരുന്നു. അതിന്റെ നമ്മൾ ഇന്റർവ്യൂവില് എനിക്കന്ന് തോന്നി ഞാൻ ആ ഇന്റർവ്യൂവിൽ പെടത്തില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഇന്റർവ്യൂവിലെ നമുക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്റർവ്യൂ സംഭവിക്കാം എന്നാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ഇന്റർവ്യൂവിൽ നോക്കുന്നത് ഒരാളുടെ നേച്ചർ എങ്ങനെയാണെന്നാണ്. അയാളുടെ നേച്ചർ എങ്ങനെയാണ്, ഈ ടീച്ചർ സ്കൂളിൽ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാ ടീച്ചറുടെ നേച്ചറാണ് ബേസിക് ആയിട്ട് നോക്കുന്നത്. രണ്ടാമതാണ് അവരുടെ ഒരു നോളജും അവരുടെ സമീപനവും ഒക്കെ. വളരെ നിഷേധാത്മകമായ സമീപനം വരുന്ന ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത്, ഒരു കാരണവശാലും. അപ്പൊ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമല്ലാത്ത തരത്തിലേക്ക് അവിടുന്ന് കാര്യങ്ങൾ വന്നാലും നമ്മൾ അതിനെ ഒരു പൊളൈറ്റായ നേച്ചറിലായിരിക്കണം എടുക്കേണ്ടത്. അതിന് നിഷേധാത്മകമായ നിലപാടെടുക്കുന്നവരോട് ഈ ചെയർമാൻ തന്നെ പറയും, അവൻ സ്കൂളിൽ ചെന്നാൽ ഒരു അടി ഉണ്ടാക്കും, അവന് ഇത്തിരി കുറച്ചു കൊടുത്താൽ മതി. ഇത് പറയാറുണ്ട് അവർ. സാർ, അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ നന്മയും തിന്മയും നമ്മൾക്ക് എന്താ പറയാൻ പറ്റും? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിദ്യാലയത്തിൽ എല്ലാവരെയും പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷിക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്. 5 കാറ്റഗറിയോ മറ്റോ ആണ് ഉള്ളത്. ഒന്ന് ഹിയറിംഗ് ഇംപെയർഡ്, കേൾക്കാൻ പറ്റാത്തവർ. മറ്റൊന്ന് വിഷ്വലി ഇംപെയർഡ്. മറ്റൊന്ന് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ള ആളുകൾ. അംഗവൈകല്യം എന്ന് പറയുന്നത് പിന്നെ കൈക്കോ കാലിനോ ഒക്കെ അങ്ങനെയുള്ള അംഗങ്ങൾക്കുള്ള വൈകല്യം. വേറെ ഒരെണ്ണമെന്ന് പറയുന്നത് മെന്റലി റിട്ടാർഡേഷൻ. മെന്റലി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ പറയുന്ന മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും, ഇപ്പൊ ആ വേർഡ് ഉപയോഗിക്കത്തില്ല. നമ്മൾ ഡീവിയൻ പേഴ്സണാലിറ്റി എന്നാണ് പുതിയ ഫോമിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകളെ അന്നൊക്കെയാണ് എങ്കിൽ ഇതിനൊക്കെ പ്രത്യേക സ്കൂളുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ജഗതിയിൽ ഒരു സ്കൂളുണ്ട്, എന്താണ് വിഷ്വലി ഇംപെയർഡിന് വേണ്ടിയിട്ട്. നമ്മുടെ വാളകത്ത് ഒരു സ്കൂളുണ്ട് ഹിയറിംഗ് ഇംപെയർഡിനാണ് വേണ്ടിയിട്ട് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്കൂളുകളിലാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സ്കൂളിൽ മാത്രമേ പഠിപ്പിച്ചു. ഇന്ന് ഈ സ്കൂളുകളൊക്കെ വളരെ റെയറായിട്ട് കുട്ടികളവിടെ പോകുന്നുണ്ട്. ഈ കുട്ടികളെ എല്ലാം കൂടി ഒന്നിച്ച് പഠിപ്പിക്കണം എന്നൊരു ഡിസിഷൻ എടുത്തത് ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആക്ടിന്റെ പേര് PWD ആക്ട് എന്നാണ്. PWD അത് ഞാൻ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുട്ടികളോട്. PWD ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി പറയുന്നത് അത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആക്ട് ആണെന്നാണ്. അങ്ങനെയല്ല, PWD എന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ് PWD ആക്ട്. ആ ആക്ട് ആണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതനുസരിച്ചുകൊണ്ട്
എന്താണ് ഈ കുട്ടികളെ കൂടി ഇവിടെ കൂടി ചേർക്കാമെന്ന് വിചാരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ഒരു സമൂഹമില്ല, ഇവർ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തോടൊപ്പം ഇവർ പഠിച്ചു വരണം, പൊതുസമൂഹത്തോടൊപ്പം ഇവർ പഠിച്ചു വരണം എന്ന തീരുമാനമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനപരമായ ഭാവം. അപ്പൊ റീസൺ ഇതാണ്, ഇവർ പൊതുസമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നൊരു പരിപാടി ഇതിനെ ഇങ്ങനെ മാറ്റിവിടുന്നതിലൂടെ സംഭവിക്കുന്നു. ഇവരുടേതായ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവർ ഹിയറിംഗ് എയ്ഡിന്റെ മാത്രം ഒരു ലോകം അവരുണ്ടാക്കിയെടുക്കുകയാണ്. അത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ വലുതാണ് എന്നതിനുപരി അവരുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം അതിനേക്കാൾ വലുതാണ്. അവർക്ക് അവരുടെ ഒരു ഗ്രൂപ്പിലേ പെടാൻ കഴിയൂ, പൊതുസമൂഹത്തിലൂടെ വരാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ് നല്ല ലക്ഷ്യമാണ് ഈ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നപ്പോൾ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുട്ടികളിപ്പോ ഈ മെന്റലിയില് കുറച്ച് പ്രശ്നമുള്ള കുട്ടിയെ ഒരു ക്ലാസ്സിലുണ്ട് എങ്കിൽ അവൻ ക്ലാസ് മുറിയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണ്. ഒരു നല്ല ടീച്ചർക്ക് ഇവനെ മാനേജ് ചെയ്യാൻ പോലും സമയം കിട്ടത്തില്ല. ബാക്കിയുള്ള കുട്ടികളുടെ മൊത്ത പഠന സമയം അവൻ ഇല്ലാതാക്കും. ഇവനെ എപ്പോഴും ക്ലാസ് മുറി പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ടീച്ചർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അവനെ മാത്രം പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വെക്കാനുള്ള ഫെസിലിറ്റിയും നമുക്കില്ല. അങ്ങനെ അപ്പൊ അത് മാത്രമല്ല, അവനെ മാത്രം വിളിച്ചുകൊണ്ടേ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷിനിട്ട് നടക്കത്തുമില്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇനി ഈ ക്ലാസ് മുറിയിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് മുറിയിൽ വിഷ്വലി ഇമ്പയർഡ് എന്ന് പറയുന്ന ഒരു ടീച്ചർ, ഒരു വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടി ഇരിക്കുകയാണ്, കണ്ണ് കാണാൻ മേല. ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സ്പെഷ്യലായ ലിപിയാണ് നേരത്തെ ഇവിടെ ബ്രെയിൻ ലിപി എന്ന് പറഞ്ഞ ലിപിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പല പ്രവർത്തനവും ഈ കുട്ടിക്ക് കൊണ്ട് ഒരു പ്രയോജനമില്ല അവനെ ഇൻക്ലൂസീവ് ആക്കുമ്പോൾ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആ കുട്ടിക്ക് അതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ പോകും. ഇതേ പ്രശ്നം തന്നെ വിഷ്വലി ഇമ്പേർഡിന്റെ കാര്യത്തിലും സംഭവിക്കുന്നു. അവന് കാണാൻ പറ്റുന്നു, അല്ല ഹിയറിംഗ് ഇമ്പേർഡിന്റെ കാര്യത്തിലും പറ്റുന്നു. അവൻ പലപ്പോഴും ആംഗ്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ആംഗ്യങ്ങൾ കൊണ്ട് ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നം കൊണ്ട് അവനും പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ ഈ കുട്ടിക്ക് എന്താണോ കുട്ടി നേടേണ്ടുന്ന അച്ചീവ്മെന്റ് എന്താണോ ആ അച്ചീവ്മെന്റിന് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കിട്ടുന്നില്ല എന്നതിനുപരിയായിട്ട് തന്നെ മറ്റു കുട്ടികളുടെ പഠനത്തെ, ഈ കുട്ടിക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടികളുടെ പഠനത്തെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ മറ്റേത് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡുമാണ്. ഇനി ഈ മേഖലയിൽ ഉണ്ടായുള്ള വലിയ പ്രശ്നം, ഈ മേഖലയിൽ ടീച്ചർമാരെ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ടീച്ചറെ പോസ്റ്റിങ്ങിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൊല്ലത്തുനിന്ന് ഡിസിഷൻ എടുത്ത് ആ ടീച്ചർ ആ കുളത്തൂപ്പുഴ ആ ഭാഗത്തേക്കാണ് വന്നത്. അന്ന് ആ ടീച്ചറെ 1ാം ക്ലാസ്സിൽ വെക്കുകയും 1ാം ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ TC ബാക്കിയുള്ള രക്ഷിതാക്കൾ മേടിച്ചുകൊണ്ട് പോയി. വിഷ്വലി ഇമ്പേർഡ് ടീച്ചറെ വെച്ചപ്പോൾ ബാക്കിയുള്ള മേടിച്ചുകൊണ്ട് പോയി എന്നൊരു വാർത്തയൊക്കെ ആയിരുന്നു അത്. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഇത് പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി ഇവരെ മാറ്റാനുള്ള ഈ ശ്രമം പോസിറ്റീവ് ആണെങ്കിലും ഇങ്ങനെ ചില ഡ്രോബാക്സ് ഇതിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തുമ്പോൾ സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവരെ ചേർത്ത് പഠിപ്പിക്കണമെന്ന് തന്നെയാണ്. പോളിസി വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. പോളിസിക്ക് ഇത് നല്ലൊരു പോളിസിയാണ്, ഇങ്ങനെ ചില ഡ്രോബാക്സ് ഉണ്ട്. നല്ലൊരു പോളിസിയാണ് എന്നേ നമ്മൾ പറയാവൂ, ചില ഡ്രോബാക്സ് ഉണ്ട്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് തന്നെ. അപ്പൊ ഇതിനെ സാധാരണഗതിയിൽ എന്റെ മുന്നിലാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇതിന് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യും? അപ്പൊ അത് ഇപ്പൊ ഒരു വിഷ്വലി ഇമ്പേർഡ് കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ട്, നിങ്ങൾ എങ്ങനെ ആ കുട്ടിയുടെ കാര്യം വഹിക്കും? ആ കുട്ടിയുടെ കാര്യം വഹിക്കുന്നതിലൂടെ മറ്റു കുട്ടികളുടെ കാര്യത്തിനും വിഘാതമില്ലാതെ നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യും? അതുപോലെ തന്നെ ഈ പറയുന്ന ഹിയറിംഗ് ഇമ്പേർഡ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? മെന്റൽ റിട്ടാർഡേഷന്റെ കേസിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ലോക്കോമോട്ടോഴ്സ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ലോക്കോമോട്ടോർ ഫിസിലിറ്റി അതിന്റെ അതായത് കൈയിലോ കാലിലേക്കുള്ള പ്രശ്നമാണെങ്കിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല. അവിടെ എത്തിക്കുന്ന പ്രശ്നമേ ഉള്ളൂ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അവര് പലപ്പോഴും ചോദിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചാണ് ഉത്തരം പറയേണ്ടുന്നത്. അതിന് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് IDC റിസോഴ്സ് ടീച്ചേഴ്സിനെ വെച്ചിട്ടുള്ളത്. അവരുടെ സഹായം തേടും എന്നുള്ളതാണ് ഒരു കാര്യം പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അഡീഷണൽ സമയം കണ്ടെത്തി ഞാൻ ഇത് പഠിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഠിച്ചുകൊണ്ട് അവർ കുട്ടിക്ക് വേണ്ടി സഹായം ചെയ്യുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. ഇത് ശരിക്കും ടീച്ചർമാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, വസ്തുതാപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു കുട്ടി, പ്രത്യേകിച്ച് ഈ പറയുന്ന മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ ക്ലാസ് തന്നെ പോക്കായി. അത് വസ്തുതയാണ്. ഓക്കെ, ഞാനൊരു ഡിസ്കഷനിൽ ഇടപെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം, കുഴപ്പമൊന്നുമില്ല.
സാറേ ഏ? സാർ ചോദിച്ചു. എന്തോ ഹലോ 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 സാറേ, ചോദ്യം കേട്ടു. ആ കേൾക്കുന്നുണ്ടോ? ചോദ്യം സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ യെസ് കോഴ്സ്. സാർ ഇപ്പൊ നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന ഉപകരണങ്ങളുടെ നിർമ്മാണ ശില്പശാലയൊക്കെ അധ്യാപകർക്ക് നടത്താൻ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഡിഫറൻ്റ്ലി മൊത്തം പഠനോപകരണങ്ങൾ പഠന പ്രക്രിയയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം ധാരണയുണ്ടായിരിക്കണം. പഠനോപകരണങ്ങൾ എന്താണ്, പഠനോപകരണങ്ങളുടെ പ്രാധാന്യം മൊത്തം കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വളരെ റിലവൻ്റ് ആയ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട്, അതായത് കേൾക്കുന്നത് മറക്കും, കാണുന്നത് ഓർക്കും, ചെയ്യുന്നത് പഠിക്കും എന്നാണ്. കേൾക്കുന്നത് മറക്കും, കാണുന്നത് ഓർക്കും, ചെയ്യുന്നത് പഠിക്കും എന്നാണ്. അപ്പോൾ ഒരു പഠനോപകരണ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിനകത്ത് കേൾവിക്ക് അപ്പുറത്തേക്കുള്ള കാണൽ വരുന്നുണ്ട്. ഇനി ഒരു പഠനോപകരണത്തിന് 2 പേരുണ്ട്, ഒന്ന് ടീച്ചിങ് എയ്ഡും മറ്റൊന്ന് ലേണിംഗ് എയ്ഡും. എന്താ ടീച്ചിങ് എയ്ഡും ലേണിംഗ് എയ്ഡും തമ്മിലുള്ള വ്യത്യാസം? ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സാറിന്റെ കയ്യിലിരിക്കുന്നതാണ്. ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത് അത് മെറ്റീരിയൽ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ലേണിംഗ് എയ്ഡ് ആയി. അപ്പോൾ ലേണിംഗ് എയ്ഡ് ആകുമ്പോൾ അതിനകത്ത് കാണലല്ല, പിന്നെ അത് ചെയ്യലാണ് പിന്നെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ചെയ്യുന്നത് പഠിക്കും എന്നാ പറയുന്നത്. അപ്പൊ ചെയ്യുന്നത് പഠിക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലേണിംഗ് എയ്ഡ് എല്ലാ തരത്തിലും പഠനത്തെ സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്, അതിന് സംശയമില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ലേണിംഗ് എയ്ഡ് ഉണ്ടാക്കുക എന്നുള്ളത് അത് എന്താണ്, ഓരോ മെറ്റീരിയലും ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആയ ഒരു കുട്ടിയാണ് എങ്കിൽ അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ലേണിംഗ് എയ്ഡ് കാണാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ലിപി എന്ന് പറയുന്ന ലേണിംഗ് എയ്ഡാണ്. അതിന് വേണ്ടി ഒരു പ്രത്യേക ലിപി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഈ പേപ്പറിനകത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന തൊട്ടാൽ തിരിച്ചറിയുന്നേ, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ബ്രെയിൻ അത് ലിപി? അങ്ങനെ ഒരു പ്രവർത്തനം ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നമ്മള് പേപ്പറിൽ പശ തേച്ച് മണലൊട്ടിച്ച് കുട്ടികളുടെ കൈവിരൽ ഇങ്ങനെ. അല്ല, അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ആ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ലോകത്ത് മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ അതൊരു കാര്യം. അത് കൂടാതെ കുട്ടിക്ക് വേണ്ടി നമുക്ക് താൽക്കാലികമായിട്ട് തൊട്ട് നോക്കി മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ടച്ച് ചെയ്തുകൊണ്ട്. ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോ അറിവ് വരുന്ന വഴി എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് വരുന്നത്. അത് നമ്മൾ കേട്ടറിയും, കണ്ടറിയും, മണത്തറിയും, രുചിച്ചറിയും, പിന്നെന്താണ് തൊട്ടറിയും. ഇതിൽ ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയുന്നത്, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഏതാണ്? അത് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടി അറിവ് വരുന്നത് കണ്ടറിവിലൂടെയാണെന്നാണ് പറയുന്നത്. പോട്ടെ, ഈ കണ്ണുകളാണ് ഏറ്റവും ശക്തം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും തൊട്ടറിയുക എന്നുള്ളതിനകത്ത് വളരെ പ്രധാനം. തൊട്ടറിയുന്നത് വിടത്തില്ലെന്നാണ് പറയുന്നത്, തൊട്ടുള്ള അറിവ്. അപ്പൊ അങ്ങനെ തൊട്ടറിയുന്നതിനുള്ള സെൻസേഷണൽ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ തൊട്ടറിയുന്നതിനുള്ള പറ്റിയ ഒരുപാട് സാധനം കണ്ണുകൾക്ക് പിന്നെ അതായത് ഈ വിഷ്വലി ഇമ്പേർഡ് സ്റ്റുഡൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, തൊട്ടറിയുന്നതിന് സഹായകമായിട്ടുള്ള. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമയിൽ, ഏതോ ഒരു സിനിമയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്, പ്രതിയെ തിരിച്ചറിയുന്നത് അവര് അതിന്റെ പ്രതിമയെ ആളിനെ തൊട്ടതിന് ശേഷം അതുപോലെ പ്രതിയെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു സിനിമയെ കണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ ഒരു ടച്ച്. ആ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സെൻസ് വീക്കാണ് എങ്കിൽ അതിന്റെ പവർ കൂടി മറ്റ് സെൻസുകൾക്ക് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആ സെൻസേഷണൽ എബിലിറ്റി വളർത്തുന്നതിന് ആവശ്യമായിട്ട് വിഷ്വലി ഇമ്പയർഡിന് വേണ്ടി ചെയ്യാവുന്നതാണ് എന്നാണ്. ഇനി മെന്റലി റിട്ടാർഡേറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല പ്രവർത്തനങ്ങളും വളരെ അഡ്വാൻസ്ഡ് അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ലേണിംഗ് തിയറിയിൽ പറയുന്ന, ഡെവലപ്മെന്റൽ തിയറി പറയുന്ന ഒരു സാധനമുണ്ട്, ഈ ഐക്കോണിക്, എനാക്റ്റീവ് ആൻഡ് സിംബോളിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെനിക്ക് ബ്രൂണറുടെ ആണെന്ന് തോന്നുന്നു, ബ്രൂണറുടെ തിയറിയാണ്. അപ്പൊ ആ തിയറിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് സിംബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ സിംബോളിക്കാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമുക്കറിയാവുന്ന ഒരു ജീവി ആന എന്ന് പറയുന്ന ജീവിയെ ഒരു വിഷ്വലി ഇമ്പേർഡുകാരന് തൊട്ടിട്ട് ആനയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞൊരു അതിന്റെ ഒരു 3 ഡയമെൻഷണൽ രൂപം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് അതിന്റെ ഈ പറയുന്ന രണ്ടാമത്തെ സിമ്പലാണ്. ഈ സിമ്പലാണ് അതിന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആന എന്ന് എഴുതി വെച്ചാൽ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് നമ്മൾക്ക് അത് ഈ പറയുന്ന മെന്റൽ റിട്ടാർഡേഷൻകാരുടെ പ്രശ്നവും അതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ലിപിയിൽ നിന്നും ഉയർന്ന സിമ്പലുകളിലേക്ക് മാറ്റി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലേണിംഗ് എയ്ഡ് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ഹിയറിംഗ് ഇമ്പേർഡുകാരെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ പറയുന്നത് പാഠ്യപദ്ധതി തന്നെ അങ്ങനെ മാറ്റാൻ പറ്റും. അതിന് നമ്മൾ അഡാപ്റ്റേഷൻ എന്നാ പറയുക, ഞാനൊരു രൂപീകരണം എന്ന് പറയും. അത് അങ്ങനെ ഒരു പ്രവർത്തനം ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നിലവിലെ പാഠപുസ്തകത്തെ ഇവരുടെ പാകത്തിനനുസരിച്ച് മാറ്റിയിടുക.
ആ ജോലി ID റിസോഴ്സ് ടീച്ചേഴ്സുടെ ഇതാണ്. അത് സംസ്ഥാനത്ത് അങ്ങനെ ഒരു മെറ്റീരിയൽ തയ്യാറാക്കിയ ഒരു വിഭാഗമൊക്കെ ഉണ്ട്. DPയിൽ ഒരു ID ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഇതുപോലെയുള്ള ഈ പറയുന്ന ഈ വിഭാഗത്തിൽ നിന്ന് എടുത്തിട്ട് അവരുടെ ചുമതല അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പാഠ്യപദ്ധതി മൊത്തത്തിൽ തന്നെ ഇതുപോലെ മാറ്റിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. പഠനോപകരണങ്ങൾ ഇതനുസരിച്ച് മാറ്റി ചെയ്യാം. അത് ഇന്ന് ചെയ്യുന്ന ഒരു പണിയാണ്. അത് പാഠപുസ്തകത്തില് പ്രവർത്തനങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ. അങ്ങനെയുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലാണ് ഇന്റർവ്യൂ എങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. ഇന്റർവ്യൂവിന് ദിവസമുള്ളവര് ജസ്റ്റ് പാഠപുസ്തകങ്ങളിലൂടെ ഓടിപ്പോകുന്നത് നല്ലത്. ഒന്ന് ഓടിച്ചു പോയി നോക്കുന്നത് നല്ലത്. പാഠപുസ്തകങ്ങൾ എന്താണ് പാഠപുസ്തകങ്ങൾ 1 മുതൽ 4 വരെയുള്ള പാഠപുസ്തകങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേഷന്റെ കോൺസെപ്റ്റ് കിട്ടും. 1 മുതൽ എത്ര വരെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നതിനെ കുറിച്ച് ധാരണ കിട്ടും. 2ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ധാരണ കിട്ടും. ഇംഗ്ലീഷിന് ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്താണെന്ന് ധാരണ കിട്ടും. ഈ പറയുന്ന പാഠപുസ്തകങ്ങളിലൂടെ ഓടിപ്പോവുകയും അതിന്റെ പിന്നെ ഹാൻഡ് ബുക്കുകളുണ്ട്. ഇതിലൂടെ ഒന്ന് ഓടിച്ചു വിടാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു ടീച്ചർക്കൊക്കെ 2 ദിവസം കൊണ്ട് ഇത്രയും പാഠപുസ്തകം ഓടിച്ചു വിടാം. അതിന് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മുടെ SCRയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ പാഠപുസ്തകം അതിന്റെ സോഴ്സ് ബുക്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓടിച്ചു വിട്ടാൽ പെട്ടെന്ന് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഇപ്പോഴത്തെ DLEDന്റെ കരിക്കുലത്തെ കുറിച്ച് അത് പഠിച്ചവർ എത്ര പേരുണ്ട്? ഇപ്പോഴത്തെ DLEDന്റെ കരിക്കുലം. അപ്പൊ അതിനെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടായിരിക്കുന്നത്, ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് എക്സ്പേർട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. അവർ ഇപ്പോഴുള്ള DED കരിക്കുലമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കറിയില്ലെങ്കിൽ അതിന്മേലായിരിക്കും ഇവരുടെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അങ്ങനെയായിരിക്കും, ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ആയിരിക്കും. ഫിലോസഫി തന്നെ സോഷ്യോളജിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോഴത്തെ കരിക്കുലം നിങ്ങൾ പഠിച്ചപ്പോൾ സെമസ്റ്റർ ആയിരുന്നു, ഇപ്പൊ 4 സെമസ്റ്ററാണ്. 4 സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിനും എന്താണ് ഉള്ളത്, അതങ്ങനെ നിങ്ങളോട് ചോദിക്കത്തില്ല. ആ സെമസ്റ്ററിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചാൽ അങ്ങനെ നമുക്ക് ഇതിനെ സമീപിക്കാൻ കഴിയും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾക്ക് പഠനയാത്ര നടത്തും, നിങ്ങൾ എങ്ങനെ ഒരു പഠനയാത്ര നടത്തുന്നത്, പ്ലാനിങ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവയർനെസ് കിട്ടുന്നതാണ്. പിന്നെ ഇത് മലയാളത്തിൽ നിന്ന് എന്ത് ചോദിക്കും, ഇംഗ്ലീഷിൽ നിന്ന് എന്ത് ചോദിക്കും, മാത്സിൽ നിന്ന് എന്ത് ചോദിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അപ്പം ഇരിക്കുന്ന മൂഡ് അനുസരിച്ചിട്ടാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ജെനുവിനായി ഇപ്പൊ ഞാനൊക്കെ ആയിരുന്നു ചോദിക്കുന്ന സമയത്ത് ഒരാളുടെ പേര് പറഞ്ഞു. പേര് പറയുന്ന പേരിനകത്തുനിന്ന് ചോദിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ ആ പേരിനകത്തുനിന്ന് ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ സ്ഥലം പറഞ്ഞാൽ സ്ഥലത്തിനകത്തുനിന്ന് ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കടയ്ക്കൽ എന്ന പദം പറയുകയാണ് എങ്കിൽ, കടയ്ക്കൽ എന്ന് എന്നോടാണ് പറയുന്നതെങ്കിൽ കടയ്ക്കൽ എന്ന അതിന്റെ വിപരീതം പറയാൻ പറയുന്നത്. അപ്പൊ കടയ്ക്കലിന്റെ വിപരീത പദത്തിന്റെ വിപരീത പദമാണ് പറയാൻ പറ്റുന്നത്. ഇനി കടയ്ക്കലിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാൻ പറ്റും. നമ്മൾ കുളത്തൂപ്പുഴയാണെങ്കിൽ കുളത്തൂപ്പുഴ ഒരാളിന്റെ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആളിന്റെ പേര് പറയാൻ പറയും, ഏറ്റവും അറിയപ്പെടുന്ന ഒരാളിന്റെ. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനകം അവിടെ ഒരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ വാർത്താ പ്രാധാന്യം വന്ന കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച്, അപ്പൊ സ്വന്തം പേരിന്മേൽ തന്നെ ആ പേര് എങ്ങനെയുണ്ടായി, ആ പേര് ചരിത്രത്തിന്റെ ഭാഗമാണോ, ആ പേരിന്റെ അർത്ഥം എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ പണ്ടൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ്, എന്നോടൊരു ഇന്റർവ്യൂവിന് ഒരിക്കൽ ചോദിച്ചത് എന്താണ്, മലയാളത്തിൽ എത്ര പേർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ടെന്ന്. അന്ന് 3 പേർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ചോദ്യത്തിന് ഞാൻ കുറച്ച് സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് അതിനകത്ത് ആ റാങ്കിൽ പെടാൻ പറ്റി. ആ ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഞാൻ പോയി പിന്നെ അവർ പ്രതീക്ഷിക്കാത്ത ചിലരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എനിക്കത് സഹായകമായി. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു തന്ത്രമാണ്. നമ്മളൊരു അവസരത്തെ എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതാണ്. നമ്മൾ ആദ്യം നിങ്ങൾ അറിയേണ്ടുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടുന്ന ഒരു കാര്യം, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ള ചിന്തയിലാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു കാരണവശാലും അതിനെ ഇന്റർവ്യൂവിന്റെ ഹാളിൽ കയറുന്നവരെ നമ്മൾ വളരെ പ്രിപ്പയർ. ഹാളിൽ കയറി കഴിയുമ്പോൾ ഇയാൾക്ക് പരമാവധി ചെയ്യാൻ വരുന്ന 4 മാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ ഇന്റർവ്യൂവിനെ സമീപിക്കുന്നത്. 4 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിലാണ്. അപ്പൊ എന്തെന്ന് വരട്ടെ, ആ 4 കിട്ടണം എനിക്ക്. അതനുസരിച്ചുള്ള പെർഫോമൻസ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നും പോകരുത്, ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാവരുത്. എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കണം. 4 ചോദ്യം അറിയാൻ വേണ്ടിയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ആ ചോദ്യം ചോദിച്ച ഉത്തരം അറിയാനുള്ളല്ലോ, ഞാൻ എങ്ങനെ സമീപിക്കുന്നു അറിയാൻ വേണ്ടിയാണല്ലോ. അപ്പൊ എനിക്ക് തന്നെ അറിയാവുന്നത് ഇപ്പോ എന്താണ്, എന്റെ ഒരു സ്റ്റുഡന്റ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് പോയി. അപ്പോൾ എന്റെ സ്റ്റുഡന്റ് പറഞ്ഞത്, എന്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡന്റ് പറഞ്ഞത്, അയാൾ ആദ്യം ഇന്റർവ്യൂവിന് പോയപ്പോൾ സിവിൽ സർവീസിന് ഉത്തരം പലതും പറഞ്ഞില്ല.
അന്ന് 250 മറ്റോ 275 മറ്റോ മാർക്ക്, അന്ന് 175 മാർക്ക് കിട്ടി. രണ്ടാമത് പോയപ്പോ എല്ലാ ഉത്തരവും പറഞ്ഞു അന്നും 175 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാർക്ക് അല്ല കൊടുത്തത്, പേഴ്സണാലിറ്റിയുടെ മാർക്കാണെന്നാണ്. ഇവരുടെ പേഴ്സണാലിറ്റി നോ ചേഞ്ച്. ആ പേഴ്സണാലിറ്റി ഉള്ള പേഴ്സണാലിറ്റിയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളൊരു ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ ബേസിക് നേച്ചറാണ് അവർ നോക്കുന്നത്. നമ്മുടെ ബേസിക് നേച്ചർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതാണ് നോക്കേണ്ടത്. പിന്നെ അവര് നമ്മൾ ഒന്നും പറഞ്ഞില്ല, വളരെ ഇൻഡിഫറന്റ് ആയിട്ട് വരുമ്പോൾ അവര് മാർക്ക് കുറച്ചേക്കാന്ന് പറയും. അതല്ല നമ്മളുടെ ഒരു പ്ലസന്റ് ആയ നേച്ചറും ചോദിക്കുന്നതിനൊക്കെ നല്ലൊരു റെസ്പോൺസും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ചെറിയ വരും. എങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടുന്ന കാര്യം അവിടെ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി, അതായത് സമചിത്തത കൈവിടരുത് എന്നുള്ളതാണ്. സമചിത്തത കൈവിടരുത്, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ പോയി പ്ലസന്റ് ആയിട്ട് വരുന്നു, പ്ലസന്റ് ആയിട്ട് തിരിച്ചിറങ്ങി വരുന്നു. പിന്നെ ഇന്റർവ്യൂവിനിരുന്ന് കരഞ്ഞിട്ടുള്ളവരുണ്ട്, അവരുടെ ദുഃഖം പറഞ്ഞിട്ടുള്ളവരുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ട് ചെയർമാൻമാർ എടുത്തിട്ടുണ്ട് പലരും. പിന്നെ നമ്മൾക്ക് അവരറിയാതെ നമ്മുടെ അവസ്ഥ അവരിൽ എത്തിക്കാൻ ചിലർ ചെയ്യാറുണ്ട്. ഇപ്പോ ഇതിപ്പോ അവർ തന്നെ ചിലപ്പോൾ ചോദിച്ചു ഇനിയൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചിരിച്ചുകൊണ്ട് ശരിയാണ് സർ, ഇന്റർവ്യൂവിന് പറ്റില്ല എന്ന് പറയുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അത് അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതൊക്കെ അവരവരുടെ നേച്ചറാണ് ഓരോരുത്തരുടെ. ഇതിപ്പോ ഞാൻ കുറേയേറെ ഇതിനകത്ത് ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സർ, ഞാൻ എൻ്റെ ഹോബി എഴുതാൻ ഉദ്ദേശിക്കുന്നത് ജേണൽ റൈറ്റിംഗ് എന്നാ എഴുതുന്നത്. ജേണൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറി എഴുത്തിന്റെ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലം എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതാമോ ഇതില് ഹോബിയായിട്ട്? ജേർണലിസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഗവേഷണം നടത്തി ആർട്ടിക്കിൾസ് ഉണ്ടാക്കി എഴുതുന്നതിനാണ് ജേർണൽസ് എന്ന് പറയുന്നത്. ഗവേഷണ അപ്പൊ സാധാരണ ഒരു വാക്ക് അത് വരുന്നത് കൊണ്ട് ചോദിച്ചതാ. മെഡിക്കൽ ജേർണൽസ് ആണ് ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ജേർണൽസ്. മെഡിക്കൽ ജേർണൽസ് ആണ്. മെഡിക്കൽ ജേർണൽസ് എന്ന് പറഞ്ഞാൽ ആ ജേർണൽസിലെ പബ്ലിക്കേഷൻസ് എല്ലാം ഓൺ ദ ബേസിസ് ഓഫ് റിസർച്ച്. പിന്നീട് എന്താണ് എഡ്യൂക്കേഷന്റെ മേഖല, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ചിന്റെ ബേസിൽ ഉണ്ടാകുന്ന ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നതിനാണ് ജേർണൽസ് എന്ന് പറയുന്നത്. അപ്പൊ ജേർണൽ എന്ന് പറയുന്ന ടേം ഈസ് നോട്ട് ഗുഡ്, ഐ തിങ്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെ ജേർണൽ എന്ന് പറയുന്ന പദം ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ സർ. അപ്പൊ എനിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ഇതിനകത്ത് ഈ നല്ല ഒരു തരത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ കൊണ്ട് തന്നെ വേറൊന്നും ചോദിക്കാതെ നിർത്തിയിട്ടുള്ള കുട്ടികളുണ്ട് നമ്മളെ. ഉദാഹരണത്തിന് ഒരു കുട്ടി വന്നപ്പോ അത് എഴുതി വെച്ചിരുന്നത് എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തൽ. തേനീച്ച വളർത്തലേ. അപ്പൊ തേനീച്ച വളർത്തൽ എന്നാണ് ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അപ്പോ ഈ തേനീച്ച വളർത്തലിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന ആൾക്ക് താല്പര്യമുള്ളതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ കുട്ടി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എപ്പിക്കൾച്ചറിനെ കുറിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ ചേർന്ന കാര്യം, വളരെ രസകരമായ കാര്യം, ഏറ്റവും കിട്ടുന്നത് കൂടെ തേൻ കിട്ടുന്നു, തേൻ എപ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്നത്, അതിനെ എങ്ങനെ വളർത്താം, അതിനകത്ത് നമുക്ക് നമ്മുടെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ്, വിവിധ തരം തേനീച്ചകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം കുട്ടി നന്നായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതിന്മേലുള്ള ഡിസ്കഷൻ അങ്ങോട്ട് വന്നപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇത്ര പേര് ഇങ്ങനെ പണക്കാരനായ കേസുണ്ട്, ഇന്ന പ്രൊഫസർ ഇതുപോലെ ചെയ്തിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പിക്കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നത്, ഞാൻ PhD ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD പബ്ലിക്കേഷൻ കണ്ടു. ഒരു കോളേജിലെ സുവോളജി പ്രൊഫസർ ചെയ്തിട്ടുള്ളതാണ് തേനീച്ച വളർത്തലിനെ കുറിച്ചുള്ള ഒരു. ഞാനതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ തേനീച്ചയുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ ഞാൻ തേനീച്ച വളർത്തലിൽ ഇൻട്രസ്റ്റഡ് ആയി. അപ്പൊ അത് അയാൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത് ഒരു വളരെ വെറൈറ്റി ഉള്ള ഒരു കാര്യമാണ്. വേറൊരാള് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രന്ഥശാല പ്രവർത്തനമാണെന്നാണ് പറഞ്ഞത്. ഗ്രന്ഥശാല പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കുറെ ലൈബ്രറി അങ്ങുഞ്ഞുണ്ട്, വല്ലപ്പോഴും തുറക്കുന്ന കാണാം. അവിടെ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്, എന്താണ് അതിന്റെ കോൺസെപ്റ്റ്, സർക്കാർ എങ്ങനെ അതിനകത്ത് ഇടപെടുന്നത് എന്ന തരത്തിലൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാതെ തന്നെ ചെയ്തെന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ ഇന്നത്തെ പുതിയൊരു രീതിയാണ് വനിതാ വേദി രൂപീകരിക്കുക. ഞങ്ങളുടെ നാട്ടിലെ വനിതാ വേദി ഞാനാണ് കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വനിതാ വേദിയുമായി ബന്ധപ്പെട്ട് അതിലിരിക്കുന്ന പല ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് അവിടെ ഇരുന്ന ബോർഡ് മെമ്പർ വിലയിരുത്തും. അതിന് ചില കാരണങ്ങളുണ്ട്, അതെന്താ ഞാൻ പറയുന്നില്ല. ഗ്രന്ഥശാല പ്രവർത്തനം, അതായത് വായനശാല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഏത് പുസ്തകമാണ് അവസാനം വായിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വരും. അപ്പൊ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ അത്യാവശ്യം വായിച്ചത് വെച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ വായിച്ച ഏതെങ്കിലും പുസ്തകം പറഞ്ഞാലും മതി. ഇനി പോട്ടെ, നിങ്ങൾ എങ്ങനെയൊക്കെ വായനശാലയിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അതൊരു വായനശാലയുടെ പ്രവർത്തന രീതിയെ കുറിച്ച്, വായനശാലയുടെ ഗ്രന്ഥശാല നിലവിലെ പ്രവർത്തനം ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എത്ര വേണേലും പറഞ്ഞാൽ പറ്റും.
അപ്പോൾ അത് ആ ഒരു രീതിയിലാണ്. പിന്നെ കുട്ടികൾ അധികവും എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഗാർഡനിങ്. അപ്പോൾ അത് ഗാർഡനിങ് എന്ന് പറയുന്നത് ഗാർഡനിങ് എന്നങ്ങ് എഴുതി വെച്ചാൽ സാധാരണഗതിയിൽ എല്ലാവരും കളഞ്ഞേക്കാൻ വിചാരിക്കും. ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരം ഗാർഡനെ കുറിച്ചും വിവിധതരം ചെടികളെ കുറിച്ചും ഒക്കെ ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. വെറുതെ ഒരു കാര്യം എഴുതി വെക്കരുത്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് പച്ചക്കറി നട്ടു വളർത്തുന്നവർ. അപ്പൊ അത് പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. അപ്പൊ അത് ഒത്തിരി പേര് എഴുതുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിനെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പൊ ഈ ജേണൽ റൈറ്റിംഗിന്റെ ഒക്കെ ഒരു പ്രശ്നം, ജേണൽ എന്ന് പറഞ്ഞ ടേമിന് ഒരു പ്രശ്നമുണ്ട്. ജേണൽ അങ്ങനെ അങ്ങ് റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിനെ വേർഡ് മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പേര് കൊടുക്കും. ഒരുപാട് മേഖലയുണ്ട് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു മേഖല സെലക്ട് ചെയ്ത് എഴുതിയാൽ ചിലപ്പോൾ അതിലങ്ങ് രക്ഷപ്പെട്ട മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അതിന് രക്ഷപ്പെടാം. ചിലപ്പോൾ ചോദിക്കണമെന്നുമില്ല. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ ഒരു ഇപ്പോഴും ഇതൊക്കെ ഈ മേഖലയെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നവരോടൊക്കെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയുണ്ട് അനുഭവം എന്നൊക്കെ. ഇപ്പം കഴിഞ്ഞ 2 ദിവസം പോയ 2 ഇന്റർവ്യൂവിന് പോയ ആളിനോടും, അതൊരാൾ NCA ഇന്റർവ്യൂവിനാണ് പോയത്, ഒരാളല്ലാത്ത HSAമാരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുതി വെച്ചത് അവരതൊന്നും ചോദിച്ചില്ല. ചോദിക്കണമെന്നില്ല, പക്ഷെ ചോദിച്ച ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാര്യം ഒരുപാട് പേര് ചോദിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഞാൻ ഒരുപാട് മേഖലകൾ പറഞ്ഞു. ഈ മേഖലകളിലൊന്നും ചോദ്യം വരണമെന്നൊന്നും ഉറപ്പൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള മേഖലകൾ ഇവയൊക്കെയാണ്. ഇതൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അതിനെ കാണേണ്ടുന്നത്. അപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതേ ഉള്ളൂ. ഇന്റർവ്യൂവിന്റെ കാര്യമായിട്ട് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ഒരു അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാവണം. നിങ്ങൾ ഇപ്പൊ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ, ഇപ്പൊ നിങ്ങളുടെ ഭാവനയിൽ ഇരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ കഴിയണം, ഒരു കാര്യം. രണ്ടാമത്, നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറയുന്നത് വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് റിലവന്റ് ആണത് എന്ന കാര്യം തിരിച്ചറിയണം ബയോഡേറ്റ എഴുതി കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു സാധ്യത. അപ്പൊ ഇങ്ങനെ ചില കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ അല്ലാതെ പറയുന്ന കാര്യം ഏത് എക്സ്പേർട്ട് പറയുന്ന കാര്യം ആ എക്സ്പേർട്ടിന് തോന്നിയാലല്ലേ വേറെ എക്സ്പേർട്ടിന് തോന്നുക. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ എഴുതുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അന്നതാണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, പറയുന്ന ഡിസ്കഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താവുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അതിൽ അറിയേണ്ടതുണ്ടെങ്കിൽ. സാർ, ഈ ഡ്രോയിങ്ങിന് ഹോബി ആയിട്ടൊക്കെ എഴുതുവാണെങ്കിൽ നമ്മൾ ആർട്ടിനെ പറ്റിയൊക്കെ ഒരുപാട് പഠിക്കേണ്ടത്. ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഏരിയയാണ്. ഡ്രോയിങ് ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോ നമ്മൾ അറിയേണ്ടത് കേരളത്തിന്റെ ചരിത്രം ഡ്രോയിങ്ങിൽ ഒരാളിലാണ് ഉള്ളത്, അറിയാമല്ലോ. ഡ്രോയിങ് എന്ന് പറയുന്ന ഒരാള് നിങ്ങൾ കേരളത്തിലെ ഏറ്റവും നല്ല ഡ്രോയിങ് ആരാണെന്നതിനെ കുറിച്ച് അറിയാമോ? അത് രാജാരവിവർമ്മയിലാണ്. രാജാരവിവർമ്മയാണ് വളരെ എസ്റ്റാബ്ലിഷ്, അതിന്റെ തുടർച്ചയാണെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ആ ഹിസ്റ്ററി മൊത്തം പഠിക്കണം. അത് രാജാരവിവർമ്മയെ കുറിച്ച് അറിയാത്ത ആൾക്ക് പിന്നെ എന്ത് പടം വരെയാ? അത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാനാണ് ആദ്യം ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? നിങ്ങളുടെ അടുത്തൊരു വലിയ വരക്കാരനുണ്ടല്ലോ, ആരാണെന്ന് അറിയാമോ? ഇപ്പൊ നമ്മുടെ അഞ്ചലുള്ളവർക്ക് തൊട്ടടുത്തല്ലേ കിളിമാനൂര്. അവിടുത്തെ വരക്കാരനെ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് വരെയാ? അപ്പൊ അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇനി നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരാൾക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇരിപ്പുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയാത്തത്? എനിക്ക് നന്നായിട്ട് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, മറ്റൊരാൾക്കും വരയ്ക്കണമെന്ന്. ചിലർ വരയ്ക്കുന്നത് അതുപോലെ വരുന്നുണ്ട്. കാര്യം എന്റെ കൈവിരലുകളെ ഞാൻ പറയുന്നതനുസരിച്ച് അനുസരിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അതല്ലേ എന്റെ പ്രശ്നം. നിങ്ങളുടെ കൈവിരലുകൾ അനുസരിക്കുന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യം, അല്ലേ? അപ്പൊ അതാണ് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ബേസിക് ആയ ഒരു കാര്യം. അതിന്റെ ഒരു തത്വശാസ്ത്രം ഇതാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇനി നമ്മൾക്ക് ഈ വരകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ നിങ്ങൾ എവിടെ വിടും എന്നൊരു ചോദ്യം ചോദിക്കും ഞാൻ. പഠനത്തിന് ശേഷം നിങ്ങളെ തുടർന്ന് പഠനത്തിന് എവിടെ വിടാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾ വരയ്ക്കാനാണ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു എഫിഷ്യൻസി. ഈ വര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന മേഖലയല്ലേ? അതിനെ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന കേരളത്തിൽ തന്നെ ഫൈനാൻസ് കോളേജുകളുണ്ട്. അപ്പൊ അതായത് ആ കുട്ടിയുടെ ഉപരിപഠനത്തിന് വേണ്ടി ഫൈനാൻസ് കോളേജുകളുണ്ട്. അപ്പൊ ആ ഫൈനാൻസ് കോളേജുകളിലേക്ക് ആ കുട്ടി പോകുന്നതിന് അതിന്റെ മാർഗം നിർദ്ദേശിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം.
അപ്പോൾ ഒരു അധ്യാപകന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ തന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ എന്തിന് കൊള്ളാം എന്ന് കണ്ടെത്തി. ഇപ്പൊ ഈ നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ സമൂഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ 2 പേരുടെ പേര് അവതരിപ്പിച്ചു. എന്താണ്, ഒന്ന് ആദിത്യ ശ്രീവാസ്തവ, 2 ഡി ഗുഗേഷ്. ഈ 2 പേരുടെയും പേരിൽ നിന്ന് അവരാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഗുഗേഷിനെ കുറച്ച് പേർക്ക് അറിയാം. ഗുഗേഷ് അങ്ങനെ ആയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരാൾക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ? ഇപ്പൊ കേരളത്തിന് ഇപ്പൊ ഇന്ന് ഗുഗേഷിനെ തോൽപ്പിച്ച ഒരാളുണ്ട്. പ്രജ്ഞാനന്ദ. അപ്പൊ ഈ ഗുഗേഷ് അങ്ങനെ ആയി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗുഗേഷ് എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞപ്പോ നാലാം ക്ലാസ് വരെയാണ് അയാൾ പഠിച്ചത്. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛന് മനസ്സിലായി ഇവനെ ഇവിടെ അല്ല വിടേണ്ടുന്നത്, ഇവനെ പഠിപ്പിക്കേണ്ടുന്നത് വേറെയാണെന്ന്. അതുകൊണ്ട് അച്ഛനൊരു ഡോക്ടറാണ്, ഡോക്ടർ രജനീകാന്ത് എന്ന് പറയുന്ന ആൾ. അയാളുടെ ജോലി രാജിവെച്ച് 11 വർഷം അവന്റെ പുറകെ നടന്നു ഇവനെയും കൊണ്ട്. നമ്മൾ സാറന്മാര് ഫെയിലിയർ ആയതുകൊണ്ടാണ് അവന്റെ അച്ഛൻ ഇതിനു വേണ്ടി പണിക്കിറങ്ങിയത്. അവനെ പഠിപ്പിക്കാൻ നമ്മുടെ സാറന്മാർക്ക് കഴിവില്ല എന്ന് മനസ്സിലായിട്ട്. അവനെ പഠിപ്പിക്കാൻ കഴിവ് സാറന്മാർക്ക് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഡോക്ടറായ അച്ഛൻ പണി രാജിവെച്ച് ഇവന്റെ പുറകെ നടന്ന് 11 വർഷം പുറകെ നടന്നപ്പോഴാണ് 18ാമത്തെ വയസ്സിൽ 7 വയസ്സിൽ അവന്റെ പുറകെ നടന്നതാണ്. അവൻ 4ാം ക്ലാസ്സിലായപ്പോ ഇനി പള്ളിക്കൂടത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പുറകെ നടന്നുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയത്, ഗുഗേഷായി മാറിയത്. 18ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പൊ ഇത് ഒരു കുട്ടിയെ എന്തിന് കൊള്ളാമെന്ന് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് കുട്ടിയെ വളർത്തിയെടുക്കുകയും ചെയ്യാണ് അധ്യാപകന്റെ ജോലി. പക്ഷെ നിർഭാഗ്യവശാൽ സച്ചിൻ തെണ്ടുൽക്കറേക്കാൾ നല്ല ബാറ്റിംഗ് ആരും നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അവനെ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. അവനെ വളർത്തുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് കുട്ടിയിലുള്ള കഴിവുകളെ കണ്ടെത്തി വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ്. ഈ ഡ്രോയിങ് നിങ്ങൾ ഡ്രോയിങ് ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ ക്ലാസ് മുറി പ്രയോജനപ്പെടുത്താം, അങ്ങനെ നിങ്ങൾ കുട്ടികളെ സഹായിക്കും എന്നുള്ള പ്രശ്നം ഇവിടേക്ക് വരും. ഡ്രോയിങ് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ മ്യൂസിക് എഴുതുന്നവരുണ്ട്. ഇപ്പൊ മ്യൂസിക് ആകുമ്പോൾ അത്യാവശ്യം 4 വരി പാടാനൊക്കെ അറിയാമെങ്കിൽ മ്യൂസിക് എഴുതാം. പിന്നെ മ്യൂസിക് എന്താണ്, കർണാട്ടിക് മ്യൂസിക് എന്താണ്, ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താണ്, AR റഹ്മാൻ ചെയ്യുന്ന മ്യൂസിക് എന്താണ്, ഈ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒരു സാമാന്യ പഠനം കൂട്ടി ധരിച്ചു വെച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം, നമുക്ക് മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ. അപ്പോ ഓരോ ഇപ്പം ജയചന്ദ്രൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ 2 വരി പാടാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ ശേഷി ഉണ്ടാവണം മ്യൂസിക് എഴുതുന്നയാൾക്ക്. അത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ ഇതിനകത്ത് സാധാരണ സ്ത്രീകളായിട്ടുള്ള അധ്യാപകർക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സാധനമാണ് സ്റ്റിച്ചിങ്, തയ്യലേ. അപ്പോൾ അത് മിക്ക സാറന്മാർക്കും ആ പണി ഉണ്ട് താനും. അതിനകത്ത് നിന്ന് വലിയൊരു ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനൊരു ഉപകാരപ്രദമായ കാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വയ്ക്കാവുന്ന ഒരു സാധനമാണ്. വലിയ ചോദ്യം വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു മിടുക്കെന്ന് പറയുന്നത് നമ്മളെ എടുത്തിട്ട് കൊടുക്കുകയാണ്. അത് നമ്മളെ അടിക്കാനുള്ള വടിയാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ അടി നമുക്ക് കൊള്ളാൻ തയ്യാറായിരിക്കണം. അതനുസരിച്ച് അത് തിരിച്ചുള്ള അടിയായിട്ട് കൊടുക്കുകയും വേണം. അതിനനുസരിച്ചുള്ള ഏരിയാസ് ആണ് നമ്മൾ എഴുതിയിടേണ്ടത്. അപ്പൊ അതിന് ഞാൻ ഈ പറഞ്ഞ ചില മേഖലകളൊക്കെ നിങ്ങൾ എന്തിനെ കുറിച്ച് ഇപ്പൊ നെറ്റിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം അവർക്കും കിട്ടത്തുള്ളൂ. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത കാര്യം നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്കത് തീരുമാനിക്കാം, എഴുതാം. ഈ കാര്യത്തിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിയുന്നവരെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റൊരാളുകളോടും ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരാൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരുള്ള കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിന് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ ഒരു പോളിസി ഒന്നും വേണ്ട. പറഞ്ഞോളൂ. കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതെന്തൊക്കെയാന്ന് പറഞ്ഞു. ചോദ്യം ഉണ്ടായിരുന്നോ? സാർ നേരത്തെ പറഞ്ഞു. അതൊരു എസ്സേയുടെ ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം അവർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തോന്നുന്ന ചില പ്രശ്നങ്ങൾ പറയാമോ, എന്തെങ്കിലും ഒരു പ്രശ്നം പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ അഡ്രസ് ചെയ്തത്. ഒന്ന്, നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ ഇന്ന് ആവശ്യത്തിലധികം വിദ്യാലയങ്ങളുണ്ട്, ഇഷ്ടംപോലെ അധ്യാപകരും ഉണ്ട്. ഒന്ന്, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇടക്കാലത്ത് പിന്നെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലെയുള്ള പരിപാടികളെ കൊണ്ടുവന്ന് കുറച്ച് കൂട്ടി. വീണ്ടും അതൊരു തിരിച്ചുപോക്കില്ലെങ്കിൽ ഇപ്പൊ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കണക്കുകൾ കാണിക്കുന്നത്. തോന്നുന്നല്ല, കണക്കുകൾ കാണിക്കുന്നത്. ആ കണക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ DG എന്ന് പറയുന്ന ഓഫീസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഓരോ വർഷത്തെയും കുട്ടികളുടെ കണക്ക് പുറത്തുവിടും. ഈ വർഷത്തെ കണക്കും പുറത്തുവിട്ടിട്ടുണ്ട്. 1ാം ക്ലാസ് ചേർന്ന കുട്ടികളുടെ എണ്ണം പുറത്തുവിട്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ കുറവ് അനുഭവപ്പെടുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടികൾ ഒന്ന് നമ്മുടെ പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള കുറവാണ്. ഇപ്പൊ നമ്മുടെ ബർത്ത് റേറ്റിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ ഒഴുകി പോകുന്നതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആ കാര്യത്തിൽ. ഇനി എന്താണ് അതൊരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകമെമ്പാടും വലിയ പ്രോഗ്രസ് ആണ് ഈ കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളല്ല. അതായത് സ്മാർട്ട് ക്ലാസ് റൂമുകളും ഓൺലൈനായി അല്ലെങ്കിൽ മറ്റ് മാസ് മീഡിയ ഉപയോഗിച്ചുള്ള ക്ലാസ് മുറികളിലും ICT അധിഷ്ഠിതമായിട്ടും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഫാവർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും വിദ്യാലയങ്ങൾ അതനുസരിച്ച് അത് മാറാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മറ്റൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയതാണ് നമ്മുടെ അധ്യാപകരുടെ ഒരു കമ്മിറ്റ്മെന്റ്. കുറച്ചേറെ അധ്യാപകരെങ്കിലും ഈ പ്രൊഫഷനോട് കമ്മിറ്റഡ് ആയിട്ടുള്ളവരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 10ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്കും ബേസിക് ആയ കാര്യങ്ങൾ അറിയാതെ പുറത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നത്. പിന്നെ നമ്മുടെ പരീക്ഷകൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ SSLCക്ക് മിനിമം ഓരോ വിഷയത്തിനും മിനിമം പാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ആ കാര്യം. മിനിമം പാസ് എന്ന് പറയുന്ന മിനിമം മാർക്ക് ഇപ്പം വേണമെന്നാണ് ഈ വർഷം മുതൽ SSLC. അപ്പൊ അതൊരു നിലപാടാണ്. അപ്പൊ അതില്ലാത്ത പരീക്ഷയുടെ പ്രശ്നം ചെറിയ തോതിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറയാം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറച്ചേറെ വിദ്യാലയങ്ങൾ മുന്നിട്ട് എങ്കിലും ഇനിയും ഒത്തിരിയേറെ വിദ്യാലയങ്ങൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ദി പേരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും പേരൻസിന്റെ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ആധുനിക സമൂഹത്തിലെ എല്ലാ ഫെസിലിറ്റീസും വെച്ച് പഠിക്കത്തക്കവണ്ണം നമ്മുടെ സമൂഹത്തിലെ പല രക്ഷിതാക്കളും അവരുടെ കുട്ടികളും വളർന്നിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇതൊക്കെ കേരളത്തിന്റെ മാത്രം ചലഞ്ച് അല്ല, പൊതുവെയുള്ള ചലഞ്ചസ് ആണ്. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നില്ലെങ്കിൽ നമുക്ക് നിർത്താം. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ റെലവെന്റ് ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്രോഡീകരിച്ചിട്ട് വീണ്ടും ചോദിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ സമയം പറഞ്ഞാൽ മതി. ആ സമയത്ത് ചോദിച്ചാലും മതി. ഇനി എന്ന് പറഞ്ഞ നാളെ നിങ്ങൾക്ക് 7ാം തീയതി മുതലുണ്ടോ? 7ാം തീയതി മുതലുള്ളവരുണ്ടോ? അവർക്കെല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതിന് വേണ്ടി ഒരു കാരണവശാലും ടെൻഷൻ കൊണ്ട് ഒരു കാര്യം ഇതേവരെ ആരും നേടിയിട്ടില്ല കേട്ടോ. അതാണ് നിങ്ങൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ടെൻഷൻ കൊണ്ട് ആരും ഒരു കാര്യം ഇതുവരെ നേടിയിട്ടില്ല. കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങളെ കാണാനും ഇതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും നമ്മൾ ആ സമയത്ത് കൈവിടാതിരിക്കുന്നതിനും ഒക്കെയാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ പറയുന്നത് എനിക്കും ആ സമയത്ത് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമെങ്കിലും ആ കാലങ്ങൾ കൊണ്ട് ഞാൻ കുറച്ചേറെ പഠിച്ചു. അങ്ങനെ ഒരു ആദ്യം ഉണ്ടായ ടെൻഷനൊക്കെ പിന്നീട് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ടെൻഷൻ കൊണ്ട് നമുക്ക് പലതും പറയാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഒരുപാട് കുട്ടികൾക്കുണ്ട്. വന്നിരുന്നിട്ട് എല്ലാം അറിയാം, അവരിരുന്ന് വിറയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് ഇതുപോലുള്ള ടെൻഷന്റെ പ്രശ്നമാണ്, നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്യും. പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയതാ, കുട്ടിക്ക് പ്രശ്നം ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഡിസ്കസ് ചെയ്യും. എങ്കിലും നമ്മൾ അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഒരു ടീച്ചർ അങ്ങനെയല്ലല്ലോ. ടീച്ചർ കുറെ കാലത്തെ പരിശീലനത്തിന് വിധേയമായി ഒരുപാട് പേരോട് ഒത്തിരി ക്ലാസ്സുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അവർ ആ ഒരു മെച്യൂരിറ്റിയോടുകൂടി ഇടപെടണമല്ലോ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. കോൺഫിഡന്റ് ആയി ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. അതാണ് അതിന്റെ പ്രശ്നം. എനിക്കിത് കിട്ടും എന്നുള്ള കോൺഫിഡൻസോടുകൂടി ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. അതാണ് ആത്യന്തികമായിട്ട് പറയാനുള്ള കാര്യം. ഓക്കെ. എനിക്ക് ഇതാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് നന്ദിക്ക് അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ, പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കൂ. ഓക്കെ. ഓക്കെ. താങ്ക് യു.
ശരിയെങ്കിൽ ഓക്കെ, ശരി. താങ്ക് യു സാർ. താങ്ക് യു സർ. ഇത് ഞാൻ ക്ലാസ് എടുത്തിട്ട് ആളുണ്ടെന്നാ പറഞ്ഞത് ഇതില്. ഓ ശരി ശരി, ഓക്കെ ഓക്കെ, കണ്ടു, ഓക്കെ ശരി, ഓക്കെ. നമ്മുടെ ആ പറഞ്ഞ കുട്ടി ദീപിക, എന്തോ ദീപിക. ഓക്കെ ഓക്കെ, ഉണ്ട് സാർ, ഉണ്ട്, ഞാനുണ്ട്. ആ ഉണ്ട് ഉണ്ട്, ഓക്കെ ഓക്കെ ശരി.